മാതാവിന്റെ മനസ്സ് നെഞ്ചിങ്ങനെ ഇടിക്കുകയാണ്. തന്റെ പൊന്നുമോൻ സൗന്ദര്യവാനായിട്ടുണ്ടാകുമോ? തന്റെ പൊന്നുമോന്റെ ശരീരത്തിന് ശക്തി വന്നിട്ടുണ്ടാകുമോ? തന്റെ പൊന്നുമോൻ ഉയരം കൂടിയിട്ടുണ്ടാകുമോ? തന്റെ പൊന്നുമോന് തടി കൂടിയിട്ടുണ്ടാകുമോ? തന്റെ പൊന്നുമോൻ ധാരാളം സമ്പത്തുണ്ടാക്കി എന്റെ നാട്ടിൽ തന്നെ ഞാനൊരു അറിയപ്പെടുന്ന സമ്പന്നന്റെ ഉമ്മയായിട്ട് നാളത്തെ പ്രഭാതത്തോടുകൂടി മാറുവാൻ പറ്റുമോ എന്നുള്ള നൂറുകണക്കായ ചിന്തകളുമായി പ്രിയപ്പെട്ട ഉമ്മയും അതിലേറെ ചിന്തയുമായി പ്രിയപ്പെട്ട ഉപ്പയും അതിലേറെ ചിന്തയായി തന്റെ ഇക്ക വരികയാണ് എന്ന കൊതിയോട് പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളും പിറ്റേന്ന് രാവിലെ എയർപോർട്ടിലേക്ക് ചെന്ന് കാത്തിരിക്കുകയാണ്. എയർപോർട്ടിന്റെ അവസ്ഥ നമുക്കറിയാം. വിദേശ രാജ്യത്തിൽ നിന്ന് മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ സന്തോഷത്തോടെ ഒരു വിഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ പെട്ടിയുമായി ഇറങ്ങി വരുന്ന പ്രിയപ്പെട്ട പ്രവാസികളിൽ ആരാണ് എന്റെ ഭർത്താവ്, ആരാണ് എന്റെ ഇക്ക, ആരാണ് എന്റെ പൊന്നുമകൻ, ആരാണ് എന്റെ ഉപ്പ എന്നോർത്ത് കളിക്കോപ്പുകളും കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും വാങ്ങാൻ എയർപോർട്ടിന്റെ മധ്യഭാഗത്ത് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മറുഭാഗത്ത് പറഞ്ഞുവിടുന്ന ആ ഒരു സങ്കടവും പറഞ്ഞുവിടുന്ന ആ ഒരു മാനസിക വിഷമവും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിവാഹം കഴിഞ്ഞ് 3 മാസം പോലും സ്വന്തം ശരീരത്തോട് ഒട്ടിക്കിടക്കാതെ സ്വന്തം സംഭാഷണത്തിന്റെ രസവും സുഖവും പകർന്നു തരാതെ ആ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്തിലേക്ക് പോകുന്ന സങ്കടം പേറിയിട്ട് പ്രിയപ്പെട്ട ഭാര്യമാർ, അങ്ങനെയുള്ള പ്രിയപ്പെട്ട മക്കൾ, അവരെ യാത്രയേക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ വേദനയുടെയും സന്തോഷത്തിന്റെയും സല്ലാപത്തിന്റെയും സങ്കടത്തിന്റെയും പേമാരികൾ പെയ്തിറങ്ങുന്ന എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് ഈ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും കൂടപ്പുറപ്പുകളും ചെന്ന് നിൽക്കുകയാണ്. അവരുദ്ദേശിക്കുന്ന ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞു. അവരുദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണോ വരുന്നത് അവരിങ്ങനെ പെട്ടിയും ബാഗും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്നവരെ കണ്ട് വാരി പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും നോക്കുകയാണ്. 5 വർഷം കൊണ്ട് കാണാതിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ അവസ്ഥയൊന്ന് കണ്ടറിയാൻ, നേരിട്ട് കണ്ടറിയാൻ കൊതിയോടെ കാത്തിരിക്കുമ്പോൾ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ പെട്ടിയെല്ലാം ചുമന്നുകൊണ്ടൊരു പ്രിയപ്പെട്ട പൊന്നുമകൻ ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട അനുജത്തിമാര് പറഞ്ഞുമ്മ അത് ഞങ്ങളുടെ ഇക്ക തന്നെയാണ്. ഉപ്പ പറഞ്ഞു അതേടി ഞങ്ങളുടെ മകൻ തന്നെയാ വരുന്നത്. പക്ഷെ ഉമ്മ പറയുന്നു അല്ല, അതിന്റെ മകനല്ല. കാരണം എന്തേ? സാധാരണയ്ക്ക് അവർ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരം മെലിഞ്ഞു പോയിരിക്കുകയാണ്. ആ സഹോദരന്റെ കണ്ണുകൾ കുടിയിലേക്ക് വീണുപോയിരിക്കുകയാണ്. വാടിത്തളർന്ന മുഖവുമായി വേച്ച് വരുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ കണ്ടപ്പോൾ അവസാനം ഉമ്മ ഉറപ്പിച്ചു, അതെ 5 വർഷത്തിന് മുമ്പ് തന്നെ വാരി പുണർന്നുകൊണ്ട് പോയിട്ട് വരട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ചെറ്റക്കൂരയുടെ അകത്തിരുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് ഞാനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും കൊണ്ടാക്കിയ പൊന്നുമകൻ തന്നെയാ വരുന്നത്. മകൻ വന്നിറങ്ങി. ഉമ്മയെ കണ്ടപാടെ 5 വർഷം കൊണ്ട് മണലാരണ്യത്ത് കിടന്ന് പനി പിടിച്ചപ്പോഴും പട്ടിണി കിടക്കുമ്പോഴും കട്ടപ്പെടുമ്പോഴും എല്ലാ മനസ്സുകൊണ്ടറിയാതെ മോഹിച്ചുപോയ അള്ളാഹുവെ നാട്ടിലായിരുന്നു എന്റെ ഉമ്മ അരികിലുണ്ടാകുമായിരുന്നു. വേദനിക്കുമ്പോൾ സാന്ത്വനം പകരാൻ ഉമ്മ വരുമായിരുന്നു. വീട്ടിലായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടാകുമായിരുന്നു. പനി വരുമ്പോൾ തുണിയിൽ വെള്ളം നനച്ച് നെറ്റിത്തരത്തിലേക്ക് വെച്ച് തരാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞ് വിദേശ രാജ്യത്ത് കിടന്ന് വേദനയോടുകൂടി ചിന്തിച്ച ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് 5 വർഷം കൊണ്ട് ആർത്തിയോടെ കൊതിയോടെ കാണാൻ കാത്തിരുന്ന ഉമ്മയെ കണ്ടപ്പോൾ തന്റെ കയ്യിലുള്ള പെട്ടിയും വേഗമെല്ലാം മറന്നുകൊണ്ട് മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഉമ്മാക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല, ഉപ്പാക്ക് സങ്കടം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അവസാനം അവരൊരുവിധം വാഹനത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മകനോട് പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുകയാ, പൊന്നുമോനെ ഗൾഫിൽ നിന്ന് വരുന്നവർ ഇങ്ങനെയല്ലല്ലോ വരുന്നത്. ഗൾഫിൽ നിന്ന് വരുന്നവർ വല്ലാതെ തടിച്ചു കൊടുത്തിട്ടാണല്ലോ വരുന്നത്, വല്ലാത്ത സന്തോഷത്തിലാണല്ലോ വരുന്നത്. എന്റെ മകൻ എന്തേ ഇങ്ങനെയായി പോയതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതുവാര സഹോദരൻ പറഞ്ഞു കൊടുക്കുകയാ, ഉമ്മ നൂറുകണക്കാറ് ഗൾഫുകാരെ നിങ്ങൾ കണ്ടിരിക്കാം, ആയിരക്കണക്കാറ് ഗൾഫുകാരെ നിങ്ങൾ കണ്ടിരിക്കാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ പൊന്നുപോലും പോയത് ഗൾഫിൽ തന്നെയാണ്. പക്ഷേ ഞാൻ അനുഭവിച്ചത്, ഞാൻ രസിച്ചത്, ഞാൻ സുഖിച്ചത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഗൾഫിന്റെ രസങ്ങളല്ല, ഗൾഫിന്റെ സുഖങ്ങളല്ല. നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് നാളേറെയായെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്ന ആ പ്രിയപ്പെട്ട പൊന്നുപോന്റെ കണ്ണീർ തുടച്ച് ഉമ്മയുടെ മടിയിലൊന്ന് കിടക്കാനുള്ള കൊതി കൊണ്ട് ആ വാഹനത്തിന്റെ അകത്ത് മാതാവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പൊന്നുപോലെ പറയുകയാ, കേരള ജനത അറിയാത്ത ഒരു പ്രവാസത്തിന്റെ കഥയുണ്ട് ഉമ്മ. നിങ്ങൾ ആരും അറിയാത്ത മനസ്സിലാകാത്ത പ്രവാസത്തിന്റെ കഥയുണ്ടമ്മ. ഒരു പ്രിയപ്പെട്ട മകൻ തന്റെ ഉമ്മയോട് പറയുന്നത് മാത്രമല്ല, ഏതെങ്കിലും വിദേശ രാജ്യത്തിരുന്ന്
പട്ടിണിയായിട്ട് കടന്നു വരുന്ന പാവപ്പെട്ട സഹോദരൻ ഒഴിഞ്ഞ പെട്ടികളുമായി പറന്നിറങ്ങുമ്പോ ആ സഹോദരന് മാത്രം പറയാനുള്ള കഥയല്ല. വടാനപ്പള്ളിയുടെ ഇടശ്ശേരിയിൽ തടിച്ചോടിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ അറിയുക, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ അറിയുക, അവർക്ക് പറയാറുള്ള നൂറുകണക്കിന് പതിനായിരക്കണക്കിന് കടൽക്കരയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, കടലിന്റെ പുറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ പാവപ്പെട്ട സഹോദരങ്ങളുടെ നൊമ്പരങ്ങൾ അറിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സുള്ളവരാകണം കേട്ടോ. ആ സഹോദരൻ പറയുന്നു, ഉമ്മ നിങ്ങളെല്ലാവരും ഗൾഫുകാരിലൂടെ കണ്ടുപോയ ഗൾഫല്ല ഞാൻ കണ്ടുപോയത് ആ ജീവിതമായിരുന്നില്ല. അല്ലാഹു പടച്ചവന്തുരാ കടല് കടന്ന് പോലെ എനിക്ക് തന്നിരുന്നത്. അവിടത്തെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാറ് എന്റെ ഉമ്മാക്ക് വേണ്ടി, എന്റെ ഉപ്പാക്ക് വേണ്ടി, എന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ഞാൻ നാണയത്തൊട്ടുപോലും നുള്ളിയെടുത്ത് മാറ്റിവെച്ചുകൊണ്ടാണ് സമ്പാദ്യത്തോടെ മടങ്ങി വന്നത്. 5 വർഷത്തെ എന്റെ ജീവിതത്തിൽ ഇത്രയെങ്കിലും എന്റെ ശരീരം എനിക്ക് ബാക്കി കിട്ടിയത് എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊട്ടിക്കരെന്നുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട സഹോദരൻ പൊട്ടിക്കരയുണ്ട്. ഈ സമുദായം അറിയാത്ത ഇങ്ങനെ നൂറുകണക്കാര കണ്ണുനീരുകളുണ്ട്. ആരും മനസ്സിലാക്കാത്ത ലക്ഷക്കണക്കായ പ്രിയപ്പെട്ട പ്രവാസികളുടെ വേദനകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ സങ്കടമാ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇടശ്ശേരിയിലെ പ്രിയപ്പെട്ട സഹോദരിമാര്, വിദേശ രാജ്യത്ത് നിന്റെ മനസ്സിലുള്ള നിന്റെ ചിന്തകൾ മാത്രം താലോലിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന പാവപ്പെട്ട പ്രവാസികളെ മറക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സ് വെക്കരുത്. നാം അറിയാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്, നാം മനസ്സിലാക്കാത്ത അനേകം ഇരട്ടി കാര്യങ്ങളുണ്ട്. 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ലെങ്കിൽ ഉസ്താദെ വിശ്രമിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട 1 മണിക്കൂർ കൊണ്ട് വിദേശ രാജ്യത്തെ ചെറിയ റൂമിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ലാപ്ടോപ്പിലൂടെ സീഡിയിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ട് അവിടെ ഞങ്ങളും എല്ലാവരും പൊട്ടിക്കടന്നു പോകാറുണ്ട്. ഞങ്ങളെ മറക്കാറ് എല്ലാ സ്റ്റേജിലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരയുന്ന ഉസ്താദ്, നിങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ ഉമ്മരങ്ങന്മാരോട്, മക്കളോട്, കുടുംബക്കാരോട് ഞങ്ങളുടെ ഇവിടുത്തെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നു. ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ രംഗമോർത്തുകൊണ്ട് ആയിരക്കണക്കിന് പ്രവാസികൾ ഇടശ്ശേരിയിലേക്ക് കാതോർത്തിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് കാണാൻ കഴിയുക, എങ്ങനെയാണെന്നറിയാൻ കഴിയുക, എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്ത് ആ പ്രവാസികളെ കുറിച്ചുള്ള ധാരണകളിൽ പിശക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകാം. ഈ സരസിലൂടെ അള്ളാഹു ഭാഗ്യം തരട്ടെ. സാധാരണ നമ്മുടെ നാടുകളിൽ പറയും ഒരു നാടന് വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? ഗൾഫുകാരന് ടെൻഷനില്ല. 2 കൊല്ലം ഗൾഫിൽ നിൽക്കുക, 2 മാസം ലീവിന് നാട്ടിൽ വരിക, അവന് ടെൻഷനില്ല. പൂർണ്ണ സമാധാനത്തോടുകൂടി മാത്രമാണ് ഒരു ഗൾഫുകാരൻ ജീവിക്കുന്നത്. അവന് യാതൊരുവിധ വിഷമവുമില്ല. അവന് തിരിഞ്ഞും പിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. 2 മാസം വന്നിറങ്ങുമ്പോൾ ആ ഗൾഫിന്റെ പവറിൽ അവന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം ആണയിട്ട് ഈ സദസ്സിൽ ഞാൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾക്കിടയിൽ ഇരിക്കുന്നവരിൽ ഗൾഫുകാരുണ്ടെങ്കിൽ ഏറ്റവും അധികം സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം പ്രവാസികളെ പോലെ വേറൊരാളില്ല. ഉറപ്പാണ്. കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ഗൾഫുകാരെ കുറിച്ചായി പറയുന്നത്. സന്തോഷത്തോടുകൂടി 1 മാസം 10 ദിവസം അവിടെയും 15 ദിവസം ഇവിടെയും നിന്നുകൊണ്ട് സുഖിക്കുന്ന, രസിക്കുന്ന ഗൾഫുകാർക്ക് കുറിച്ചല്ല ഈ പറയുന്നത് എന്ന ഓർമ്മ അവർക്കുണ്ടാവണം. ഒരുപാട് ഏറ്റവും അധികം സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല. അതിന് തെളിവ് സഹിതം ഞാൻ നിരത്തി തരാം. സമാധാനം നഷ്ടപ്പെട്ടവരാണ് എന്നുള്ളതിന് തെളിവ് സഹിതം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരത്തി തരാം. വിദേശ രാജ്യത്ത് കഴിയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന് സമാധാനം നഷ്ടപ്പെട്ടു പോകാൻ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോകാൻ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അതിൽ ഒന്ന്, വിദേശ രാജ്യത്ത് പണിയെടുക്കുമ്പോൾ ആകെ ഉറങ്ങാൻ വേണ്ടി അനുവദിക്കപ്പെടുന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ആണ്. ആ 2 മണിക്കൂർ റൂമിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന, പടച്ചവരെ ഞാൻ കഴിഞ്ഞുകൂടുന്നത് കടലിനിക്കരയാണ്. നാടിന്റെ വർത്തമാനങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല, നാടിന്റെ അവസ്ഥകളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പത്രമൊന്ന് വായിക്കാമെന്ന് പറഞ്ഞു പത്രം അങ്ങോട്ട് നിവർത്തി വെച്ചു പോയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പത്രത്തിന്റെ വർത്തമാനങ്ങൾ വിദേശ രാജ്യത്ത് പൊരിയുന്ന വെയിലത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട പ്രവാസികൾ അറിയുമ്പോൾ അവരുടെ മനസ്സിന്റെ വേദന എത്രയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ റൂമിന്റെ അകത്തുള്ള TV ഒന്നോണാക്കുമ്പോൾ
അതിന്റെ അകത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, അക്രമങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, മാരക രോഗം പിടിപെട്ടുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിന്റെ മുമ്പ് നിരങ്ങുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ കഥകൾ ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ ഉറങ്ങാൻ വേണ്ടി ജോലി കഴിഞ്ഞ് വന്ന് 2 മണിക്കൂർ ഉറങ്ങാനുള്ള പ്രിയപ്പെട്ട പ്രവാസി അവൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അല്ലാഹുവേ, 4 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് എന്റെ നാടിന്റെ അടുത്തല്ലേ, അവന് സമാധാനം വരുന്നില്ല. സുന്ദരിയായ തന്റെ പൊന്നുമോള് സ്കൂളിലേക്ക് പോകുമ്പോ, സുന്ദരിയായ 9 വയസ്സുള്ള തന്റെ പൊന്നുമോള് സ്കൂളിലേക്ക് പോകുമ്പോ അവന് മനസ്സിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെടുകയാണ്. അവൻ തിരിഞ്ഞും മറന്നും കിടക്കുകയാണ്. അപകടങ്ങളിലൂടെ കേരളത്തിന്റെ മണ്ണ് ചോര നിറമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, താരൂര് കണ്ടുപോയില്ലേ? 8 മയ്യത്തുകളെ പൊരിഞ്ഞു വെച്ച് പാലക്കാട് കുടുംബത്തിന്റെ പെങ്ങന്മാര് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തപ്പോ പെരിന്തൽമണ്ണയിൽ കണ്ടില്ലേ? 15 മക്കള്. ആദ്യം 12 പേര്, പിന്നെ 3 പേരോടുകൂടി മരണപ്പെട്ട് 15 പേര്. സുബ്ഹാനല്ലാഹ്. കടലിനക്കരയിൽ പ്രിയപ്പെട്ട മക്കളെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട പ്രവാസത്തിന്റെ ചിന്ത നിങ്ങൾ ആലോചിക്കുക. പെരിന്തൽമണ്ണയിൽ പൊതിഞ്ഞു വെച്ചു പോരാ 14 വയസ്സുള്ള 15 വയസ്സുള്ള 16 വയസ്സുള്ള പാവപ്പെട്ട പെൺമക്കളുടെ എത്രയോ ഉപ്പമാര് ഗൾഫ് രാജ്യത്ത സഹോദരങ്ങളെ മോളെ ഒന്ന് കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട്, നല്ലൊരു നിക്കാഹ് എന്റെ പൊന്നുമോൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഊണുമുറക്കവുമില്ലാതെ പൊരിവയിലത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട പ്രവാസികൾക്ക് ആ പൊന്നുമോളെ മയ്യത്ത് കാണാ പൊട്ടിക്കരന്നുകൊണ്ട് വിദേശ രാജ്യത്തിരുന്ന് വരേണ്ടി വന്നില്ലേ? ഈ വാർത്ത വായിക്കുന്ന ഇടശ്ശേരിയിലെ ഗൾഫുകാരോ, ഈ വാർത്ത വായിക്കുന്ന തൃശ്ശൂരിലെ ഗൾഫുകാരാ, ഈ വാർത്ത വായിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരാ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നിനക്ക് പറ്റുമോ? സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ നിനക്ക് പറ്റുമോ? നീ എപ്പോഴും തന്നെ ഫോൺ എടുക്കുകയാ. പാതിരാ സമയത്ത് നിന്റെ വീട്ടിന്റെ അകത്തേക്ക് ഫോണിന്റെ ബെല്ലടിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുകയാ. കടലിന്റെ കരക്കടയുന്ന പാവപ്പെട്ട പ്രവാസി പറയുക, മോൾക്കൊന്ന് കൊടുക്കൂ, എന്റെ തങ്കക്കുടത്തിനൊന്ന് കൊടുക്കൂ, ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്തിനാ ഉപ്പാ പാതിരാത്രി വിളിച്ചിറന്ന് ചോദിച്ചുകൊണ്ട് ഫോണിന്റെ ആ മറുഭാഗത്ത് കാര്യം ചോദിക്കുന്നു. കടലിനക്കര ചെറിയ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് ആ ഫോണിൽ 1000 മുത്തം കൊടുത്തുകൊണ്ട് പൊട്ടിക്കരയുമ്പോ എത്രയോ പ്രവാസികളുടെ മനസ്സ് ഉരുകുന്ന കണ്ണീര് ആ മണത്തരികൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ താങ്ങാനാകാതിരിക്കുന്നു. എങ്ങനെയാണ് പ്രവാസികൾക്ക് സമാധാനമുണ്ടാകുന്നതെന്ന് നിങ്ങൾ പറയുന്നത്? കാണുന്ന പുറംപൂച്ചുകൊണ്ടവരെ മനസ്സിലാക്കല്ലോ. എന്റെ ഇടശ്ശേരിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവരുടെ രൂപം കാണുമ്പോ, അവരെ ഭാവം കാണുമ്പോ, അവരെ നടത്ത കാണുമ്പോ എല്ലാറ്റിനും അവരെ സന്തുഷ്ടരാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പാടില്ല. രണ്ടാമത്തവന്റെ മനസ്സിന്റെ ടെൻഷൻ എന്താണെന്നറിയാം? അറബിയെ കുറിച്ചുള്ള ചിന്തയാണ്. നിങ്ങൾ പറയും എന്റെ അറബി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 30 കൊല്ലം 50 കൊല്ലം ഒരു അറബിക്ക് വേണ്ടി നിങ്ങൾ സേവനം ചെയ്താലും അറബിയുടെ സ്വഭാവം എപ്പോഴാ മാറുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റും? 30 കൊല്ലം നിങ്ങൾ ഹിദ്മത്ത് ചെയ്യട്ടെ, ഡ്രൈവറായിട്ട് ജോലി ചെയ്യട്ടെ, വീടിനകത്ത് സേവനം ചെയ്യട്ടെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു നിസ്സാരമായ വിഷയം മതി, അറബിയുടെ കുളപ്പഴ ഇതുവരെ നീ ഒന്നും ചെയ്തു കൊടുക്കാത്ത പോലെ അപ്പോഴേ നിന്നെ കയറ്റിവിടുക. അണ്ണ അണ്ണ കാക്ക കാക്കാന്ന് വിളിച്ചിട്ടൊന്നും അവിടെ കാര്യമില്ല. അല്ലാ മാഷാ അല്ലാ തബാറക്കല്ലാ അതൊക്കെ നേരത്തെ സന്തോഷമുള്ളപ്പോ പറയുമ്പോ മാത്രമേ അവർക്ക് സന്തോഷമുള്ളൂ. നിന്നെ വെറുത്തു പോയാൽ പിന്നെ അതിലൊന്നും അവർ വീഴുകയില്ല. ഇതൊരു മനസ്സിന്റെ വല്ലാത്ത ടെൻഷനാ. പിന്നെ വിദേശ രാജ്യമാണ്. ഇവിടത്തെ നിയമം പോലെയല്ല. ഇവിടത്തെ നിയമം പോലെ അധികാരി വർഗത്തിന് പിന്തുണയുള്ളവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റുന്ന നിയമമല്ല വിദേശ രാജ്യത്തിന്റെ നിയമം. പിടിപാടുള്ളവർക്ക് ഊരി വരാൻ പറ്റുന്ന നിയമമല്ല വിദേശ രാജ്യത്തിന്റെ നിയമം. ഏതെങ്കിലും നിയമക്കുരുക്കിൽ പെട്ടുപോയാൽ ഏത് രാജ്യത്താ? കടലിനക്കരയാണ്. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ചിലപ്പോ 1 മണിക്കൂർ, ചിലപ്പോ 2 മണിക്കൂർ, ചിലപ്പോ 3 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷേ സംഭവം കടലിനക്കരയാണ്. വല്ലാത്ത ദൂരമാഭങ്ങളെ, വല്ലാത്ത അകലമാ സഹോദര. എന്തെങ്കിലും ഒരു പഴുതുകൊണ്ട് അവിടെ നീ കുടുങ്ങിപ്പോയാൽ പിന്നെ നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തകരാറിനെ കുറിച്ച് ആലോചിച്ച് എന്തെങ്കിലും പ്രശ്നം വരുമോ? കടം തീരുന്നതിന് മുമ്പ് തകർന്നു പോവോ? മോൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വന്ന ഒരു പ്രതീക്ഷയെങ്കിലും കിട്ടുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച് വേദനയോടെ പൊട്ടിക്കരയുമ്പോൾ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ അവർക്ക് സമാധാനം കിട്ടുക? ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുമ്പോഴാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിക്കുന്നത്, ഇന്ന് വ്യാഴാഴ്ചയാണ്, എന്ത് ജോലിയാടാ? വെറുതെ ഇങ്ങനെ റൂമിൽ ഇരിക്കുക, എന്നല്ലേ ഫ്രീ. ആകെ ടെൻഷനാണ്. വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു, ഭാര്യ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു.
അപ്പോ കൂട്ടുകാരൻ പറയും, നീ വിഷമിക്കണ്ട, നീ ഒരു കാശ് മുടക്കണ്ട, എന്റെ റൂമിലേക്ക് വന്നാൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ പോയ ഒരു സഹോദരൻ തിരിച്ചു വന്നു. അവന്റെ ഭാര്യ ഗർഭവതിയാണെന്ന് നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ചെറിയൊരു പാർട്ടിയുണ്ട്, എന്റെ റൂമിലേക്ക് വന്നാൽ. അപ്പൊ ഇവൻ വിചാരിക്കും, ഒന്നാമത് സമാധാനമില്ല, നേരെ പിന്നെ അങ്ങോട്ട് പോവാം, ചെറിയൊരു ആശ്വാസമാവട്ടെ എന്ന് കരുതി അവിടേക്ക് പോകുന്നവരെന്തിനാ? വിദേശ രാജ്യത്ത് കഴിയുന്ന പ്രവാസികളെ പിന്തുണച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന നൗഷാദ് വാക്കവി ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രവാസികള്, നിങ്ങൾ വെറുത്തുപോയാലും പറഞ്ഞു പോവുകയാ. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് നൗഷാദ് വാക്കവി എന്ന രൂപത്തെ വലിച്ചെറിഞ്ഞു പോയാലും എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ പറയുകയാണ്, ആരാണ് നിനക്ക് സമാധാനം പഠിപ്പിച്ചിരുന്നത്? കള്ളിലൂടെ, കഞ്ചാവിലൂടെ, പെണ്ണിലൂടെ, ആശീഷിലൂടെ. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, ആരാ നിനക്ക് സമാധാനം പഠിപ്പിച്ചിരുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ നീ മറന്നുപോയോ? പൊട്ടിക്കരയുമ്പോഴും വേദനിക്കുമ്പോഴും ഉള്ളുരുകുമ്പോഴും തകർന്നു പോയ മനസ്സുമായി കഴിഞ്ഞു കൂടുന്ന പ്രവാസ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുമല്ല. അലോ ദിക്രില്ലോ തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്റുകൾക്കാണ് മനസ്സിന്റെ സമാധാനം തരാൻ കഴിയുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അതിനെക്കാളും വലിയ സമാധാനം ഏത് കുപ്പിയാ പൊന്നു പോലെ നിനക്ക് തരുന്നത്? ഇന്ന് വരെ കള്ള രാജാക്കന്മാർക്ക് സമാധാനം കിട്ടിയത് പ്രവാസ ലോകത്താരെങ്കിലും നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇന്ന് വരെ കണ്ണുകൊടിച്ച് രസിച്ച് സുഖിച്ച് ജീവിച്ചിട്ട് ഞാൻ സമാധാനത്തോടെ കഴിയുകയാണെന്ന് ലോകത്തേതെങ്കിലും ഒരു പ്രവാസിനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, സമാധാനം നഷ്ടപ്പെടുന്ന വിദേശ രാജ്യത്ത് കടന്നുകൂടുന്ന അവിടുത്തെ നൊമ്പരങ്ങൾക്ക് സമാധാനം കാണാൻ, അവിടുത്തെ വേദനകൾക്ക് പരിഹാരം കാണാൻ കള്ളുകുപ്പിയിലേക്ക് കൂട്ടുകാർ വിളിക്കുന്നു. തകർന്നു പോലെ മനസ്സിനെ വാരിക്കൂട്ടി സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കോ. ഇറങ്ങിപ്പോകുന്ന സഹോദര ചിന്തിച്ചുകൊള്ളുക, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ആരാണ് എന്റെ ദിക്റിൽ നിന്ന് ഓടി ഒളിക്കുന്നത്? ആരാണ് എന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്നത്? ആരാണ് എന്നെ കുറിച്ച് ഓർക്കാൻ നേരമില്ലാതെ പിന്തിരിയുന്നത്? അല്ലാഹു പറയുകയാ, അവന് ഇടുക്കമുള്ള ജീവിതമാ ഞാൻ കൊടുക്കുന്നത്, അവന് ഇടുക്കമുള്ള ജീവിതമാ ഞാൻ കൊടുക്കുന്നത്. ഇത് അല്ലാഹു ആണ് പറയുന്നത്. എത്രയോ കള്ള് രാജാക്കന്മാരെ എല്ലാം പൊട്ടിപ്പൊളന്ന് ഇന്ന് പള്ളിയുടെ നടയിൽ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നില്ലേ? അല്ലാഹുവിനെ മറക്കല്ല ചെറുപ്പക്കാരാ, പടച്ചോനെ മറക്കല്ല പ്രവാസികളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, സമാധാനം അങ്ങനെയാണ് പൊന്നുമോനെ കണ്ടെത്തേണ്ടത്. അങ്ങനെയാണ് സമാധാനം കണ്ടെത്തേണ്ടത്. അവിടെ നിന്ന് ദിക്ർ, സ്വലാത്ത്, ദുആയിലൂടെ പൂർണ്ണമായും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇന്ന് സമാപനം ഒരു നല്ല ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട്, ഒരു സഹോദരനോട് പറഞ്ഞു കൊടുത്തതാ, നീ ഒറ്റപ്പെട്ടു പോയാൽ, സഹായിക്കാൻ ആരുമില്ലാതായാൽ, ഇനി ആരെന്നെ സഹായിക്കുമെന്ന ചിന്ത നിന്റെ മനസ്സിന്റെ അകത്തേക്ക് വന്നാൽ ഈ ദിക്ർ നീ പറഞ്ഞാൽ നിനക്ക് അല്ലാഹു വഴി തെളിച്ചു തരുമെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്ത ആ ദുആ ഇൻഷാ അല്ലാഹ് പ്രവാസ ജീവിതം കേൾക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇന്ന് സമ്മാനമായി ലഭിക്കും. ഒരു 5-6 വരെയുള്ള ദുആയാണ്. എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ കാസറ്റ് ഉടനെ തന്നെ ഇറങ്ങും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ എഴുതിയെടുത്ത് ഭർത്താക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കുക. ഗൾഫിലേക്ക് പോകാനുള്ളവർ അത് എഴുതിയെടുക്കാൻ വേണ്ടി ടിക്കറ്റിന് മാറ്റണ്ട, ചാർജ് കൂടുതലാണ്, ഉള്ള രീതിയിൽ പൊയ്ക്കോ. പക്ഷേ അത് എഴുതിയെടുത്ത് ചൊല്ലിയാൽ പഠിച്ച് അലമാരയിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല, അത് ചൊല്ലാനുള്ള സമയവും സന്ദർഭവും നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇനി പ്രവാസ ജീവിതത്തിൽ അവരിൽ നിന്ന് പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ, നാം അറിയാതെ മാറ്റിവെക്കുന്ന ചില സംഭവങ്ങൾ, അത് ഓരോന്ന് എണ്ണി പറയുകയാണ്. പ്രവാസികളെ അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഒന്ന്, കുടുംബത്തിനോട്, നാട്ടിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് പ്രവാസികൾ. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ പലരും ചിലപ്പോൾ നിഷേധിക്കും. ഞാൻ പറയുന്നത് ഒരു 90% പ്രവാസികളും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം, ഭാര്യയോട്, മക്കളും, കൂടപ്പിറപ്പുകളോട്, ഉമ്മയോടും ഉപ്പയോട് ഏറ്റവും കൂടുതൽ സ്നേഹം അവർക്കുണ്ടാകും. അതിന്റെ കാരണങ്ങളുണ്ട്. എന്തേ അതിന്റെ കാരണം? അതും പറയുന്നുണ്ട്. വെറുതെ എന്തെങ്കിലും ആലോചിച്ചു പറയുകയാണ്. അതിന്റെ കാരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിരത്തി തരികയാണ്.
എന്തുകൊണ്ട് കുടുംബത്തിനോട് പാവപ്പെട്ട പ്രവാസികൾക്ക് ഏറ്റവും അധികം സ്നേഹമുണ്ടാകുന്നു? പക്ഷെ നമ്മൾ പറയുന്നതോ, ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഭാര്യക്ക് പറയാൻ പറ്റോ എന്റെ ഭർത്താവ് എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന്? അങ്ങനെ ഒരു പെണ്ണ് പറയണമെങ്കിൽ ഓരോ ലീവിന് വരുമ്പോഴും 20 പവൻ സ്വർണ്ണാഭരണം വെച്ച് വാങ്ങി പൊതിഞ്ഞു കൊടുക്കണം. എങ്കിൽ പറയും എന്റെ മച്ച ബെടാ ബെടാ ബെസ്റ്റ് ഹേ അല്ലെങ്കിൽ ബെടാ വേസ്റ്റ് ഹേ. ഉറപ്പായും പറയും. ഈ സ്വർണത്തിലല്ല സ്നേഹം എന്ന് പറയും. അത് നിങ്ങളാണ് അവരെ എങ്ങനെ പഠിപ്പിച്ചത്, നിങ്ങളാണ് അവരെ എങ്ങനെ പഠിപ്പിച്ചത്. അതല്ല പ്രിയപ്പെട്ടവരെ സ്നേഹം. പക്ഷേ നിങ്ങളുടെ ഒരു ചിരി കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി ഗൾഫുകാരെല്ലാം മറന്ന് അങ്ങനെ സ്വർണവും ആഭരണങ്ങളും ആർഭാടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നു എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ കുടുംബത്തിനോട് വല്ലാതെ സ്നേഹമുള്ളവരാ പ്രവാസികൾ എന്ന് പറയുന്നത്. കാരണമെന്തേ? ജോലി കഴിഞ്ഞ റൂമിലേക്ക് വന്നാൽ എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ ഉമ്മ, എന്റെ ഉപ്പ എന്ന ചിന്തയാണ് അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതല്ല. വാടാനപ്പള്ളിയിലുള്ള ഇടശ്ശേരിയിലുള്ള എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗൾഫുകാരന്റെ ഭാര്യയാണല്ലോ അല്ലാ. അവിടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെ അയൽവാസികളായ സഹോദരിമാർ നോക്കുമ്പോൾ നിന്റെ കഴുത്തിന് മാലയില്ലല്ലോ, നിനക്ക് നല്ല സാരിയില്ലല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരുമോ? അവൻ കടവ് കിടന്നു പോലെ പാവപ്പെട്ട ഭർത്താവ് ചിന്തിക്കുകയാണ്, നിനക്കാ ചിന്തയില്ല പെണ്ണേ, നിനക്കാ ചിന്തയില്ല പെണ്ണേ. അവിടെ നിന്നുകൊണ്ടവൻ മനസ്സുകൊട്ടി ചിന്തിക്കുന്നതാണ്. രണ്ടാമതവൻ ആലോചിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് അല്ലാഹുവേ തകർന്നു പോകുമോ പടച്ചവരെ, തളർന്നു പോകുമോ തമ്പുരാനെ. ഞാൻ ഗൾഫുകാരനാണ്, ഞാൻ ഗൾഫുകാരന്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന് പറഞ്ഞ് റോഡിലൂടെ നാടിലൂടെ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞെളിഞ്ഞു നടക്കാൻ പറ്റുമോ? അല്ലാഹുവേ എന്റെ മക്കൾക്ക് ഒരു കുറവും വരുത്തല്ലേ അല്ലാ. ഈ ചിന്ത മനസ്സിൽ വരാത്ത ഏതെങ്കിലും ഒരു പ്രവാസികളുണ്ടോ സഹോദരങ്ങളെ? എപ്പോഴും ആ ചിന്തയാണ്. പടച്ചവനെ എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, എത്ര കാലം കൊണ്ട് എന്റെ ഉമ്മാക്ക് ഞാൻ മരുന്ന് കൊടുക്കുകയാ. ലീവ് കിടന്ന് ഗൾഫിലേക്ക് വരാ നേരത്ത് പൊട്ടിക്കരന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞത്, മോനെ ഉമ്മ മരിക്കുമ്പോ മോനിവിടെ കാണോ, ഉമ്മ മരിക്കുമ്പോ മോനിവിടെ കാണോ. സങ്കടത്തോടെ വിദേശ രാജ്യത്ത് കിടന്ന് പൊള്ളുന്ന മനസ്സോടെ പിരിഞ്ഞ് പറഞ്ഞ് കിടക്കുകയാ. അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് വല്ലതും സംഭവിച്ചു പോയാ ഞാനിവിടെയാണല്ലോ, ഞാനിവിടെയാണല്ലോ. അവന്റെ മനസ്സിന്റെ അകത്ത് സ്നേഹം വല്ലാതെ നിറഞ്ഞുകൂടുകയാ, അവന്റെ മനസ്സിന്റെ അകത്ത് സ്നേഹം വല്ലാതെ കുമിഞ്ഞുകൂടുകയാ. എന്റെ സഹോദരങ്ങളെ, ആ പാവപ്പെട്ട പ്രവാസികൾ കിടക്കുന്ന റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് കിടക്കുന്ന റൂം കണ്ടിട്ടുണ്ടോ? ഭർത്താവ് ഇങ്ങനെ കടയിൽ നിൽക്കുന്ന ഫോട്ടോ കണ്ടാ പോരാ, ഭർത്താവ് ഇങ്ങനെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പ് പോയി എളിഞ്ഞു നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് നാട്ടിൽ കൊടുത്തേക്കും. പ്രിയപ്പെട്ട ഭാര്യ കൊണ്ടുവന്ന് ഉമ്മയെ കാണിക്കും, ഇക്കയെ കണ്ടോ ഉപ്പ, ഇക്കയെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോ അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി റൂമിലേക്ക് പോയി കിടക്കുന്ന പ്രവാസികളുടെ റൂം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീ മനോഹരമായ മെത്തയിൽ കിടക്കുമ്പോ, നീ മനോഹരമായ ഭൂമേനിയെ പൊരിഞ്ഞു കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട റൂമിന്റെ അകത്ത് ഭർത്താവ് എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരുമ്പോൾ, ഒന്നിനും ഒരു കുറവില്ലാതെ എല്ലാവിധ സന്തോഷവും നിനക്ക് തരുമ്പോൾ, പാവപ്പെട്ട പ്രവാസി അറബി വീടിന്റെ പുറകു ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ റൂം, ആ റൂമിന്റെ അകത്ത് ആ വലിയ വലിയ മുതലാളിമാരുടെ വീടിന്റെ അകത്തുള്ള വേസ്റ്റ് വെള്ളം വരെ വീടിന്റെ പുറകിലാ. എന്നിട്ടോ ചെറിയ ഒരു തകരപ്പാട്ട കാണാം. അതൊക്കെ സൗദി അറേബ്യയിൽ എവിടെ നിന്ന് പറഞ്ഞാൽ അല്ലാഹു അലം. ഒരു തകരപ്പാട്ട കൊണ്ട് മുകളിൽ ഇങ്ങനെ കെട്ടും, അതിന്റെ മുകളിൽ കുറെ കല്ല് പറക്ക് വെക്കും, കുറെ കഷണം കമ്പിന്റെ കഷണങ്ങൾ എടുത്തു വെക്കും. അകത്തോ കൂട്ടിനാര പെരിച്ചാഴി ഉണ്ടാവും, എലി ഉണ്ടാവും, പൂച്ച ഉണ്ടാവൂല. പൂച്ച ഉണ്ടെങ്കിൽ അവൻ തന്നെ വിറ്റ് കാശാക്കും, കാരണം പൂച്ചയ്ക്ക് സൗദി അറേബ്യക്ക് നല്ല വിലയാ. ഇങ്ങനെ പല ജന്തുക്കളും ഉണ്ടാകും. അതിന്റെ അകത്തൊരു ചെറിയ ബെഞ്ച് ഉണ്ടാകും. 2 ബെഞ്ചിനെ ചേർത്ത് വെച്ചിട്ട് അവനൊരു കട്ടിലുണ്ടാക്കിയിട്ട് അവൻ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ വന്നപ്പോൾ ഉടുത്ത് പഴകിയ 3-4 തുണിയെടുത്ത് മടക്കിയിടും. അതാണ് അവന്റെ മെത്ത. അതിന്റെ മുകളിൽ അവൻ കയറി കിടക്കും. ചെറിയ ഒരു അടുപ്പുണ്ടാകും, ഒരു സ്റ്റൗ ഉണ്ടാകും, ഒരു ഫ്ലാസ്ക് ഉണ്ടാകും, പഞ്ചസാര ഇടാൻ, തേയില ഇടാൻ ഒരു ചെറിയ 2 ടിന്നുണ്ടാവും. നിന്റെ അടുക്കളയോ സഹോദരിമാരെ ചിന്തിച്ചിട്ടുണ്ടോ? കറണ്ട് അടുപ്പ് വാങ്ങിത്തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യത്തുള്ള ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യമാർ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിവിടെ ഒന്നും തികയുന്നില്ല,
എന്ന് പറഞ്ഞുകൊണ്ട് കത്തിലൂടെ ഫോണിലൂടെ ഭർത്താവിന്റെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? അവനെങ്ങനെയാ ചായ ഇട്ട് കുടിക്കുന്നതെന്ന്, അവനെങ്ങനെയാ ഭക്ഷണം പാചകം ചെയ്യുന്നതെന്ന്, അവനെങ്ങനെയാണ് രാത്രി ഭക്ഷണം കഴിക്കുന്നതെന്ന്? എന്റെ സഹോദരങ്ങളെ, നൂറുകണക്കിന് വേദനകൾ ആ റൂമിന്റെ അകത്ത് നിന്നുകൊണ്ട് കടിച്ച് കീറി തിന്നിട്ടാണ് ഒരമണിക്കൂർ അവനൊന്ന് ഉറങ്ങുക. ചില പ്രവാസികൾ ഉറക്ക ഗുളിക പോലും വാങ്ങി റൂമിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഒന്നുറങ്ങാൻ വേണ്ടി. ഉറക്കം വരാത്ത രാത്രികൾ അവന് താങ്ങാൻ കഴിയുന്നില്ല, അവന് സഹിക്കാൻ കഴിയുന്നില്ല. ആ സാധുവായ ആ പാവപ്പെട്ട പ്രവാസിയുടെ റൂം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊന്ന് ചിന്തിച്ചിരിക്കണം. നിനക്ക് ലീവിന് വന്നിരിക്കുമ്പോൾ നിന്റെ വീടിന്റെ മാറി പെയിന്റടിക്കാൻ, നിന്റെ കിച്ചന്റെ രൂപം മാറ്റാൻ, നിന്റെ വീടിന്റെ അകത്ത് ഉപകരണങ്ങൾ കൂട്ടാൻ പ്രിയപ്പെട്ട ഭർത്താവിനോട് മത്സരിക്കുമ്പോൾ ദേശരാജ്യത്തവന് കിടക്കാൻ ഒരു വിരിപ്പ് പോലും ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടുമ്പോൾ സ്നേഹത്തിന്റെ മറ്റൊരു ഭാഗം ഞാൻ പറയട്ടെ. 2 കൊല്ലം നിന്നിട്ട് നാട്ടിലേക്ക് ലീവിന് വരികയാണ്. 3-4 ദിവസം മുമ്പേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി അല്ലേ? ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട്. അവിടെ പോയി എല്ലാം വാങ്ങുകയാണ്. കൂട്ടുകാർ പറയുമ്പോൾ അതെടുത്തു, പിന്നെ പാൽപ്പൊടി എടുത്തു, പിന്നെ ടാങ്ക് എടുത്തു, എല്ലാം എടുത്തു, സോപ്പ് എടുത്ത്, എല്ലാം ചീപ്പ്, എല്ലാം സർവ്വതും വാങ്ങി പെട്ടിക്കകത്ത് വെച്ച് മക്കൾക്ക്, ഉമ്മാക്ക്, വാപ്പാക്ക്, ഭാര്യക്ക്, കുടുംബത്തിനെല്ലാം. ആ സമയത്ത് കൂട്ടുകാർ ചോദിക്കും, നിനക്കൊന്നും എടുക്കുന്നില്ല? എന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗൾഫുകാരൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ 2 മാസം നാട്ടിൽ നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടി അവിടെ നിന്ന് ഷർട്ട് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പ്രവാസികളുണ്ടോ എന്ന് ഇവിടെ ഇരുന്ന് നിങ്ങൾ ചിന്തിക്കുക. വളരെ അപൂർവം ചിലർ മാത്രമേ വാങ്ങൂ. എല്ലാവർക്കും വേണ്ടിയും വാങ്ങും. അവൻ പറയും, നമുക്ക് നമ്മുടെ ഇടശ്ശേരിയിലെ കടയിൽ നിന്ന് 2 ഷർട്ട് വാങ്ങാം, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പാന്റ് വാങ്ങിപ്പോലെ. പക്ഷെ എല്ലാം നിനക്ക് വേണ്ടിയാ, പക്ഷേ എന്നിട്ട് കൊണ്ടുവരുമ്പോൾ നിറം മാറിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരുന്ന് പൊട്ടിക്കരയുന്ന പെണ്ണേ, 40 ദിവസത്തിൽ ഈ വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് 35 ദിവസവും പിണക്കം കാണിച്ചുകൊണ്ട് മാറിക്കിടക്കുന്ന പെണ്ണേ, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ പെങ്ങളെ, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. ദ്വാരക്കാരല്ലാതെ ശമിക്കാരനെ കൊണ്ട് കഴിയില്ലല്ലോ. അവര് നേരെയാകാൻ പോവുകയാണ്, അവർക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി വാങ്ങുമ്പോൾ അവർക്ക് വേണ്ടിയുള്ളതെല്ലാം അവർ മാറ്റിവെക്കുകയാണ്. എന്റെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ നാട്ടിലേക്ക് വരാൻ നേരം എന്റെ നാട്ടിലുള്ള ഒരു സാധുവായ സഹോദരനെ, എന്റെ നാട്ടിലുള്ള ഒരു സാധുവായ പ്രവാസി, അയാൾ പറഞ്ഞു, നീ ലീവിന് പോകുമ്പോൾ എന്റെ റൂമിലൊന്ന് വരണം. നിന്റെ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററല്ലേ ഉള്ളൂ എന്റെ വീട്ടിലേക്ക് പോകാൻ. എന്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഞാൻ കുറച്ച് സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊടുക്കണം. അപ്പൊ പാവപ്പെട്ടവരാണ്, അയൽവാസികളാണ് എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഈ സഹോദരൻ പറഞ്ഞു, വിഷമിക്കണ്ട, എനിക്ക് വലിയ ലഗേജ് ഒന്നും ഇല്ല, ഉള്ളതൊക്കെ ഞാൻ പിന്നെ കാർഗോയിൽ വിടുകയാണ്, ഇത് ഞാൻ കൊണ്ടുപോകാൻ, വിഷമിക്കണ്ട. അപ്പൊ ആ സഹോദരൻ വലിയ സന്തോഷമായി. ആ സഹോദരന്റെ അഡ്രസ്സൊക്കെ കൊടുത്തു, അവിടെ വരാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുന്നു, ഉസ്താദേ, ഞാൻ അവിടെ ചെന്നു ആ സാധുവാര സഹോദരൻ താമസിക്കുന്ന റൂം കണ്ടപ്പോൾ അതിന്റെ അകത്തേക്ക് കയറാൻ എനിക്ക് തോന്നിയില്ല. ഇത്രത്തോളം വളരെ ചെറിയ ഒരു റൂം, ഒരാൾക്ക് മാത്രം നിന്ന് തിരിയാൻ പറ്റുന്ന, അതിനുള്ള സൗകര്യം പോലും ഇല്ലാത്ത റൂം. ചായ ഇടാനുള്ള ഒരു സ്റ്റൗവും ഒരു പാത്രവും ഒരു ഗ്ലാസും അല്ലാതെ അവിടെ വേറൊന്നുമില്ല. കുളിക്കാനും കുടിക്കാനും അലക്കാനും എല്ലാത്തിനും കൂടി ചെറിയ ഒരു വീതി കുറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ ക്ലോസറ്റ് കൊണ്ടുള്ള ചെറിയ ഒരു ബാത്റൂം. വലിയ സങ്കടം തോന്നി. ആ സഹോദരന്റെ ജീവനം വല്ലാത്ത കഷ്ടപ്പാടെന്ന് മനസ്സിലായി. പക്ഷേ ആ സഹോദരൻ തന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ വേണ്ടി കൊടുത്തയക്കാൻ വേണ്ടി തന്ന സാധനം കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതെ, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാച്ച്, ഇതെന്റെ മോര് കൊടുക്കാൻ പറയണം, മനോഹരമായ 2 ചെരുപ്പ് തന്റെ ഭാര്യക്ക്, തന്റെ പ്രിയപ്പെട്ടവൾക്കാന്ന് പറയണം, വിലപിടിപ്പുള്ള ഒരു സ്പ്രേ. ഈ സഹോദരൻ പറയുന്നു, ഉസ്താദേ, ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താണോ? നിങ്ങൾ ഇവിടെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവിടുത്തെ ഏറ്റവും നല്ല കാശുകാർ പോലും തന്റെ മക്കൾക്ക് കൊടുത്തേക്കുന്നില്ല. പിന്നെ എന്തിനാ താങ്കൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കൂട്ടുകാരൻ പറയും, ഉസ്താദേ, അയാള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 10 കൊല്ലം ആടിനെ മേച്ചാലും
10 കൊല്ലം ഒട്ടകത്തെ വെച്ചാലും 50 കൊല്ലം വിദേശ രാജ്യത്ത് അറബി വീട്ടിൽ പോയിട്ട് എച്ചിൽ പറക്കിയാലും എന്റെ പൊന്നുപോലെ സന്തോഷിച്ചാൽ അവർക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോ അവൻ പറയുമല്ലോ, ഇതെന്റെ വാപ്പച്ചു കൊടുത്തയച്ചതാ, ഇതെന്റെ വാപ്പച്ചു കൊടുത്തയച്ചതാ. അവന്റെ കയ്യിൽ കിടക്കുന്ന വിലപിടിപ്പുള്ള വാച്ച് കാണുമ്പോ അവന്റെ കൂട്ടുകാരും ഒന്ന് ചോദിക്കൂലേ, അതെ എന്റെ വാപ്പച്ചു കൊടുത്തയച്ചതാ, എന്റെ ഉപ്പച്ചു കൊടുത്തയച്ചതാ. എന്റെ ഭാര്യ ചെരുപ്പിട്ടുകൊണ്ട് അയൽപക്കത്ത് പോകുമ്പോ കുടുംബക്കാരെ കാണാൻ പോകുമ്പോ കല്യാണത്തിന് പോകുമ്പോ അവര് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവന് കൊടുത്തയച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് അവര് സന്തോഷിക്കുന്ന ഒരു നേരത്തെ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിന് വേണ്ടിയല്ലേ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോ ഈ സ്നേഹം കുറവാണെന്ന് പറയാ. തൃശൂർ ജില്ലയുടെ വാടാനപ്പള്ളിയുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് പറ്റോ ഈ സ്നേഹം കുറവാണെന്ന് പറയാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്നെ കൊണ്ട് കഴിയോ? പക്ഷേ സഹോദരിമാര് ശീലിച്ചുപോയി. കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ എന്താ പറയുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് പുതിയ റിയാലിറ്റി ഷോ, അത് ഭാര്യ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ അതിന്റെ അകത്ത് ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊണ്ട് കോമാളിത്തരം ചെയ്യിപ്പിക്കുകയാണ്. മീൻ പിടിപ്പിക്കുന്നു, മാങ്ങ പറപ്പിക്കുന്നു, മക്കളെ കുളിപ്പിക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, ബാത്റൂം കഴുകുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു, ഭാര്യയെ വരെ കുളിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എവളോടിരുന്ന് പറയും, നമുക്കൊരാളുണ്ട് കെട്ടി മൂന്നിട്ടെന്ന് പോയാൽ ഇത് ഒരു മാങ്ങ പറിക്കാനും പറ്റുന്നില്ല, മീൻ പിടിക്കാനും പറ്റുന്നില്ല. അപ്പൊ എവള് പറയുന്നതെന്താ? സ്നേഹം കുറഞ്ഞു പോയി. ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, കുറഞ്ഞു പോയി. ഒരു ഗൾഫുകാരൻ വിവാഹത്തിന്റെ 10ാമത് വാർഷികം, പെണ്ണിന് ഒരേ നിർബന്ധം, ഈ വെഡിങ്ങിനെങ്കിലും ഈ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ ഉണ്ടാകണം. ഭർത്താവ് പറഞ്ഞു, എന്ത് കൊലയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും നിന്റെ ഈ വർഷത്തെ ആഘോഷത്തിന് ഞാനുണ്ടാവും എന്നുറച്ചു പറഞ്ഞു. മനസ്സിൽ പറഞ്ഞു, ഈ മൂദേവിയെ കൊണ്ട് തോറ്റു. കാരണം അവിടുത്തെ അവസ്ഥ അവനല്ലേ അറിയുള്ളൂ. ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? പറഞ്ഞാൽ മനസ്സിലാവില്ല സഹോദരിമാർ. അങ്ങനെ നാട്ടിൽ വന്നു, എവിടെ പോകാം, പെണ്ണിങ്ങനെ എഴുതി വെച്ചിരിക്കുക താജ്മഹൽ മുതൽ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ്. ആനിവേഴ്സറി ആഘോഷിക്കാം. ഭർത്താവ് പറഞ്ഞു, 11ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ നമുക്ക് അവിടെ പോവാം, തൽക്കാലം ഇന്ന് നമുക്കിവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ പോകാം. ആര്യ പറഞ്ഞു, ബീച്ച്, ഇയാൾ അന്ന് മുതൽ ബീച്ച്, ജനിച്ചതിന്റെ അന്ന് മുതൽ ബീച്ച് എന്ന് പറഞ്ഞു കിടക്കും. അവിടെയാണെങ്കിൽ 5-6 കപ്പള്ളി കച്ചവടം മാത്രമേ കാണാനും വേറെ പള്ളി എന്ന് പറഞ്ഞ് കുറച്ച് പേര് നടക്കും. പിന്നെ കുറെ വെലുകളും പന്തും ഒക്കെ ആയിട്ട് കുറെ മക്കള്. അവിടെ എന്താ കാണാനും? അതൊക്കെ ഭാര്യ 100 കണക്കിന് പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ്. എങ്കിലും വന്നത് തന്നെ വലിയ ഭാഗ്യമെന്ന് കരുതി ഭാര്യ ഉള്ളത് കൊണ്ടൊക്കെ കൊടുത്തൊരുങ്ങി ഭർത്താവിന്റെ കൂടെ പോയി കടപ്പുറത്ത് പോയിരിക്കുകയാണ്. ഭർത്താവിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കടപ്പുറത്ത് ഇങ്ങനെ കിടക്കുന്നു. ഇയാള് ചിന്തിക്കുന്നത്, അള്ളാഹു എവിടെ ചെല്ലുമ്പോ അറബി പറഞ്ഞു വിടുവോ പഠിച്ചു. ആനിവേഴ്സറി യൂണിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഭാര്യ വലിച്ചുണ്ടാക്കി വെച്ചു. എങ്കിലും പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് സ്നേഹം കുറവാണെന്നൊരു ധാരണ വേണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ആരായിട്ട് ജനിക്കണം എന്നാണ് നിന്റെ ആഗ്രഹം. ഭാര്യയുടെ സ്നേഹം അപ്പം അങ്ങോട്ട് പൊട്ടിയില്ലേ. ഡയലോഗ് പറയാൻ ഭയങ്കര കഴിവാണ്. ഭാര്യ ഉടനെ പറഞ്ഞു, ഇക്കാ സംശയമുണ്ട്, നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ജനിക്കണം. എന്റെ കണ്ണ് നിറഞ്ഞു. വീണ്ടും എന്റെ ഭാര്യയായിട്ട് തന്നെ ജനിക്കണം എന്നവൾ പറഞ്ഞല്ലോ. ഉടനെ ഭാര്യ തിരിച്ചു വെച്ചു, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരായിട്ട് ജനിക്കണം? അയാളെ പറഞ്ഞു, കുടുങ്ങിയോ, ഇത് തന്നെ പറയണ്ടേ, പ്രശ്നമാണ്, ഇത് തന്നെ പറഞ്ഞില്ലേ കുഴഞ്ഞില്ലേ. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് കടലിലെ നീരാളിയായിട്ട് ജനിക്കും. നീരാവിയോ? നീരാവിയല്ലടി, നീരാളി. അതെന്തേ? നീരാളിക്ക് 6 കൈയുണ്ട്. ഭാര്യ ചാടി വന്നിട്ടു, എന്തേ മനുഷ്യ, വെളിവെല്ലാം പോയോ? വിസയൊക്കെ മാറി ആകെ കൺട്രോൾ പോയോ? ഇല്ല, നീരാളിക്ക് 6 കൈയുണ്ട്. ആ 6 കൈ കൊണ്ടും എനിക്ക് നിന്നെ തടവി സുഖിപ്പിക്കാമല്ലോ. അപ്പൊ ഭാര്യ ചാടി എന്നിട്ട് പറഞ്ഞു, 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞാണ്. 2 കൊല്ലം അവിടെ, 1 മാസം ഇവിടെ, 2 കൊല്ലം അവിടെ, 1 മാസം ഇവിടെ. ഇവിടെ ഉള്ള 2 കൈ കൊണ്ട് ഇതുവരെ തടവിട്ടില്ല, പിന്നെയാണ് 6 കൈ കൊണ്ട് തടവാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പെണ്ണിന്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ 2 മാസത്തെ ലീവ് കൊണ്ട് അവൾക്ക് കിട്ടുന്ന സന്തോഷം എത്ര വലുതാണ്. അത് വെച്ചിട്ടാണ് പെണ്ണ് സ്നേഹത്തെ അളക്കുന്നത്. അത് വെച്ചിട്ടാണ് ഒരു പെണ്ണ് സ്നേഹത്തെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണല്ലോ എസ് എ ജമീലിന്റെ പാട്ട് നമുക്കറിയാം.
അല്ലേ? കത്തുപാട്ട് എത്ര മോശമെന്ന് ആരൊക്കെ പറഞ്ഞു തള്ളിയാലും എസ് എ ജമീൽ എഴുതിയ ആ വാക്കുകളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അത്ഭുതമല്ലേ ആ വാക്കുകൾ? അദ്ദേഹം പറയുന്നു, ഞാനൊരു പെണ്ണിന്റെ സങ്കടം വിദേശ രാജ്യത്ത് പോയ ഭർത്താവിനോട് പറയുന്ന പാട്ടെഴുതിയിട്ട് ഉറക്കമില്ലാതെ ഒരുപാട് ദിവസം മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു, വേദനയായിരുന്നു. അത്രത്തോളം നൊമ്പരം അക്ഷരങ്ങളിലൂടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പെണ്ണത് അനുഭവിക്കുകയില്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയെന്ന്. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്? എന്തിന് ഗൽഫകം കണ്ണീരും കൊണ്ട് എൻ കരൽ വേദന കാണുവാനാരുണ്ട്? എങ്ങനെ ഞാനുറങ്ങും? കിടന്നാലും എങ്ങീനുറക്കം വരും? എത്ര സങ്കടമാ പ്രിയപ്പെട്ടവരെ, എത്ര നൊമ്പരമാ സഹോദരങ്ങളെ. ആ പ്രിയപ്പെട്ട പെണ്ണെഴുതുകയാണ്, നിങ്ങളവിടെ പോയി കഴിയുമ്പോ ആ പോയ ഓർമ്മകൾ എന്റെ മനസ്സിന്റെ കത്തേക്ക് ഇട്ടുകൊണ്ട് ഞാൻ വിങ്ങിപ്പൊട്ടുകയാ. അങ്ങനെ പൊട്ടിക്കരയുന്ന പെണ്ണേ, എന്റെ മനസ്സിനെ കടിഞ്ഞാനിടാ നിനക്ക് സാധിക്കണം കേട്ടോ. ഗതികേടുകൊണ്ട് നിർബന്ധ സാഹചര്യത്തിന് വഴങ്ങിയിട്ട് അവൻ അറിയാതെ അങ്ങ് എത്തിപ്പോവുകയാണ്. പക്ഷേ ഒരിക്കലും വേദനിപ്പിക്കുന്ന വാക്കു പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിനെ കുത്തി നോവിക്കരുത്. നിന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയുകയില്ല, ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അവൻ ഈ കത്ത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവൻ ആ ഫോൺ വിളിച്ചുകൊണ്ടൊരു പെണ്ണിങ്ങനെ പറയുമ്പോൾ, അപ്പുറത്തെ സൈനബാടെ ഭർത്താവ് 6 മാസത്തിൽ 3 പ്രാവശ്യമാണ് വന്നിട്ട് പോവുക. നിങ്ങൾക്ക് മാത്രം എന്തേ ലീവ് കിട്ടാത്ത? മനഃപൂർവ്വം വരാത്തതാ. നിങ്ങളോട് ആരെയോ കിട്ടിയിട്ടുണ്ടോ? ഉറപ്പാണ് പറയില്ലേ? എടശ്ശേരിയിലെ പെണ്ണ് പറയും, വാടാനപ്പള്ളിയിലെ പെണ്ണ് പറയും. പക്ഷേ സഹോദരങ്ങളെ, ജമീൽ എന്ന് പറയുന്ന പാട്ടെഴുത്തുകാരൻ പറയുകയാ, എങ്ങനെ ഞാൻ അതിനും മറുപടി എഴുതുമെന്ന് കുറെ നാള് ചിന്തിച്ചിട്ട് എതിനിക്കുന്ന ഗൾഫുകാരന്റെ മറുപടി ഏതാ? ജമീൽ എഴുതി വെക്കുകയാണ്, അബുദാബിയിലുള്ളോരെ എഴുത്തുപെട്ടി ഒന്ന് കണ്ടപ്പോ കത്ത് കിട്ടി, എൻ പ്രിയ നീ എന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്ത് ഞാൻ കണ്ട് നെട്ടി, മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വെടിവെച്ചൊരു ഇരട്ടക്കുടൻ തോക്കാണ്, മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ്, മറുപടി പറയാൻ കഴിയുന്നതാർക്കാണ്? പിടഞ്ഞു പോകും, നെഞ്ച് തകർന്നു പോകും, പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊണ്ണൻ അവനാണവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണാവശ്യത്തിന്റെ മാതാവ്, അതിനിട കൊടുക്കുന്നവൻ വിധിയുടെ നേതാവ്. ധരിച്ചു പോകും, പൗരുഷം തെറിച്ചു പോകും. ഇതൊക്കെ എഴുതി തീർത്തിട്ട് പറയുകയാണ്, വല്ലാത്ത അനുഭവമല്ലേ കടല് കടന്നു നിൽക്കുന്ന ഭർത്താവിന്റെയും ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട ഭാര്യയുടെയും മനസ്സിന്റെ നൊമ്പരം. മക്കളെ ഒരു നോക്ക് കാണാൻ കൊതിയില്ലാതെ കഴിയുന്നവരല്ല പ്രവാസികൾ. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യത്തെപ്പെട്ട് ജീവിക്കേണ്ടി വന്നുപോയെന്നുകൊണ്ട് മാത്രം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നവനാ. പക്ഷേ സ്നേഹം കുറഞ്ഞുപോയി എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയരുത്. അവർക്ക് സ്നേഹം കുറഞ്ഞുപോയി എന്ന് പറയരുത്. ഊണിലും ഉറക്കത്തിലും എപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട ചിന്തയാണ്. പക്ഷെ എന്തുകൊണ്ടാ അവനിങ്ങനെ സ്നേഹം വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ ഗൾഫുകാരന് സാധാരണ ഭർത്താക്കന്മാരെക്കാൾ, സാധാരണ ഉപ്പമാരെക്കാൾ മക്കളോട്, ഭാര്യമാരോട്, കൂടപ്പുറപ്പുകളോട്, കൂട്ടുകുടുംബാദികളോട് എന്തുകൊണ്ടാണ് സ്നേഹം കൂടുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ഇടശ്ശേരിയിൽ വന്ന സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയെന്നറിയോ? ഒന്ന്, അവിടെ പോയി ജീവിക്കുമ്പോ എല്ലാ കുറവുകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാ അവന്റെ മനസ്സവനെ പ്രാപ്തനാക്കുകയാണ്. നാട്ടിൽ ജീവിക്കുമ്പോൾ പൊട്ടിയ ചെരുപ്പിടുമോ ഒരു ചെറുപ്പക്കാരൻ? ഒരു പൊട്ടിയ ചെരുപ്പിടും. നാട്ടിൽ ജീവിക്കുമ്പോൾ ഇല്ല. ഗൾഫിലാണെങ്കിലോ പൊട്ടിയ ചെരുപ്പൊന്ന് മാത്രമല്ല, 7 പൊട്ടിയതിനെ 8 തച്ചു വെച്ചിടും. കൂട്ടുകാരൻ ചോദിക്കും, എടാ ഇത് മോശമല്ലേ? കഴിഞ്ഞ മാസത്തെ പൈസ ഒരു അംശം പോലും കൊടുക്കാതെ ഫുള്ള് നാട്ടിലെ ചുറ്റിന് പ്രതിസന്ധിയില്ല. കുളിക്കുമ്പോൾ സോപ്പ് തേക്കുന്ന ഗൾഫുകാരൻ വളരെ കുറവാണ്.
കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ കാര്യം പറഞ്ഞു. സോപ്പ് വെള്ളത്തിൽ കുളിക്കുന്നവരുണ്ട്, അത് വേറെ. അത് കൂടിപ്പോയുണ്ട് പതച്ചിട്ട് കയറി കിടക്കുന്നത്, അതങ്ങ് മാറിക്കോളും. അത് പെട്ടെന്ന് മാറണ പതയാണ്, മാറിക്കോളും. ഒരുപാട് പേർക്ക് അങ്ങനെ പത മാറിയിട്ടുണ്ട്. അപ്പൊ എന്റെ സഹോദരങ്ങളെ, ഏക്കാണ് സോപ്പില്ലാത്ത പ്രവാസികളുണ്ട് അല്ലേ? കഴുകാൻ അലക്ക് സോപ്പുണ്ടോ ഗൾഫിൽ? ഇല്ല. അവിടെ എന്താ ഉള്ളത്? 1 റിയാലിന്റെ ഒരു ചെറിയ സർഫുണ്ട്. 3 മാസത്തെ ഡ്രസ്, 1 കപ്പ് വെള്ളം ബക്കറ്റിൽ ഒഴിച്ച് ഇതിൽ നിന്ന് ഒരു നുള്ളി ഇട്ടിട്ട് മുക്കി വെച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ വിരിക്കും. എവിടെയാ വിരിക്കുന്നത്? കിടക്കുന്ന കട്ടിലിന്റെ ഒരറ്റത്ത്. കട്ടിലൊന്ന് കാണേണ്ടതാണ്. അങ്ങനെ ഒഴിച്ച്, അങ്ങനെ വിരിച്ച്, അങ്ങനെ നേടിയെടുത്ത് കൊണ്ടുവന്ന് നിനക്ക് വേണ്ടി, ഒക്കെ നിനക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. നിനക്ക് വേണ്ടി. ഇവിടെയാണെങ്കിലോ രാവിലെ റോഡിലിറങ്ങുമ്പോൾ ഒരു ഡ്രസ്, ഉച്ചയ്ക്ക് പോകുമ്പോൾ വേറെ ഡ്രസ്, വൈകുന്നേരം കൂട്ടുകാരൊക്കെ കൂടുന്നത് കൊണ്ട് വേറെ ഡ്രസ്. വിദേശത്താണെങ്കിലോ 3 മാസം ഒരുപോലെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. കീറിയത് തന്നെ എടുത്തിടുന്നവരുണ്ട്. ഇവിടെ നിന്ന് പോയാൽ ധരിച്ചു കൊണ്ടുപോയ പാന്റ് ഷർട്ടും അതുപോലെ മടക്കി പെട്ടിക്കകത്ത് വെച്ച് കട്ടിനടിയിലോട്ട് നീക്കും. പിന്നെ ടിക്കറ്റ് ഒക്കെ ആകുമ്പോഴാണ് അത് പെട്ടി വലിക്കുക. ആ ഡ്രസ്സ് തന്നെ എടുക്കും. ഒന്നുകൂടി ഒന്നതിന്റെ തലയടിയിൽ അടിയിൽ വെച്ചൊരു തേപ്പുണ്ട്. തലയണയുടെ അടിയിൽ വെച്ച്, ഇസ്തിരി ഒന്നും ഉപയോഗിക്കില്ല. തലയണയുടെ അടിയിൽ വെച്ചിട്ട് 2 ദിവസം കിടന്നാൽ ആ ഡ്രസ്സ് നല്ല ഉഷാറായി വരും. ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് വീണ്ടും അവൻ നാട്ടിലേക്ക് വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സർവ്വരും നാട്ടിലാണെങ്കിലോ കറിയില്ലാതെ ഭക്ഷണം കഴിക്കില്ല. സഹോദരിമാര് പറയില്ലേ, എന്റെ കാക്ക് ചപ്പാത്തിയും കടലയുമാണ് ഇഷ്ടം. പവറിന് വേണ്ടി ചിലപ്പോ പറയും, എന്റെ ഒക്കെ ഗോൾസാണ്, ഗോൾസ് കുടിക്കും. എന്റെ കാക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ചപ്പാത്തി, ഒരു നൈസ് ചപ്പാത്തി, ഒരു പകുതി പത്തരി. ഇത് പറയുന്നത് പെണ്ണിന്റെ അഹങ്കാരമാണ്. അതൊരു രസമാണ്. അപ്പൊ വേറൊരു പെണ്ണ് പറയും, എന്റെ ഭർത്താവ് ഒന്നും കഴിക്കില്ല, മുഴുപട്ടിണി. അങ്ങനെ ഭർത്താവിനെ എത്ര പട്ടിണിക്കിടാൻ പറ്റുമോ അത്രത്തോളം പെണ്ണിന് പവറാണ്. ഒരുപാട് ചാപ്പാട് കഴിക്കുന്ന ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണിനെ നാണക്കേടാണ്. അയ്യേ, കല്യാണത്തിന് പോയി എന്റെ ഒക്കെ വാരി വെച്ച്, അത് എന്റെ ഭർത്താവ്, ഇങ്ങനെ പോകുന്ന ഭർത്താവിനെ അല്ലേ ഭാര്യമാർക്ക് ഇഷ്ടം? എന്ത് നാണക്കേടാ. വിശന്നാ വല്ലതും മാച്ച കഴിക്കും അല്ലേ? വിശപ്പിന് പോലും പവർ കാണിച്ച് നാട്ടിൽ നടന്ന ഭർത്താവ് അറിയോ? ഒരു സഹോദരൻ പറയുകയാ, ഉസ്താദേ, എല്ലാവരുടെയും അർബാബ് വന്ന് വിദേശ രാജ്യത്ത് എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോ സ്വീകരിച്ചു കൊണ്ടുപോയി. ഞാൻ ഒരുപാട് നേരം കറങ്ങി, എന്നെ സ്വീകരിക്കാൻ ആരും വന്നില്ല. മലയാളി എന്ന് തോന്നുന്ന ഒരു സഹോദരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നിന്നെ സ്വീകരിക്കാനുള്ള ആള് വന്നിട്ട് പോയി കാണും, പിന്നീട് വന്നു. അങ്ങനെ അവിടെ കുറെ നേരം ഇരുന്നപ്പോൾ ആള് വന്നു. എല്ലാവരെയും സ്വീകരിക്കാമെന്നൊരു സുഗന്ധദ്രവ്യം പൂശിയ പ്രിയപ്പെട്ട അറബികളാണെങ്കിൽ എന്നെ സ്വീകരിക്കാൻ വന്നത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ദുർഗന്ധം വമിക്കുന്ന ഒരാളായി. എന്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി നോക്കിയിട്ട് എന്റെ ഈ ബാഗ് എടുത്ത് നേരെ പെട്ടിയിലോട്ട് ഒരൊറ്റയേറ. എന്റെ പ്രിയപ്പെട്ട ഐശത്ത് കൊടുത്തയച്ച അച്ചാറൊക്കെ പൊട്ടിയിട്ടുണ്ടാവുക. പിന്നെ നിന്റെ അച്ചാർ നോക്കാനല്ലേ അവൻ നിന്നെ കൊണ്ടുവന്നു. കേറ്റി വാഹനത്തിന്റെ കത്ത് കയറ്റി നിന്നെ കൊണ്ടുപോകുമ്പോൾ ലൈറ്റുകൾ മാഞ്ഞു തുടങ്ങി. ഇരുളിന്റെ ഉള്ളറയിലേക്ക് കടന്നുപോയി. റോഡിൽ നിന്ന് മാറി ഇടവഴിയിലൂടെ മരുഭൂമിയിലേക്ക് എത്തി. വനാന്തരത്തിന്റെ ഉള്ളറയിലേക്ക് പോയി. ഇവന്റെ നെഞ്ചിടിപ്പ് കൂടി. ഫ്ലൈറ്റിൽ നിന്ന് ഒന്നും പറഞ്ഞു വാങ്ങിക്കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവര് കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. വേറൊന്നും അറിയില്ല. ചിലപ്പോ പൈസ കൊടുക്കേണ്ടി വന്നാലും അവരിങ്ങനെ, അവർക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ ആരാ വന്നിരിക്കുന്നത്, അവരതൊക്കെ ചോദിക്കും. അത് ചോദിക്കുമ്പോ അത് വേണം ഇത് വേണം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവിടെ ഇവിടെ കയ്യങ്ങാനും കയറി കൊള്ളണമെങ്കിൽ പിന്നെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നീ വീട്ടിൽ നിമ്മ പറഞ്ഞോട്ടതാ മിണ്ടാതിരിക്കണം. അങ്ങനെ മിണ്ടാതിരി വെള്ളം മാത്രമേ കുടിച്ചോളൂ, ഒന്നും കിട്ടിയില്ല. അവസാനം അവിടെ ചെന്നപ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുകയാ, ഒന്നും കഴിച്ചോ, വല്ലതും കഴിച്ചോ, വെള്ളം വേണോ എന്ന് പോലും ഇയാള് ചോദിച്ചില്ല. കൊണ്ടുപോയി ആടുകളെ കിടത്തിയിരിക്കുന്ന ടെന്റിന്റെ ഇപ്പുറത്ത് ഭാഗത്തുള്ള 4 വശവും മറയില്ലാത്ത ടെന്റിൽ കൊണ്ടാക്കി. അപ്പോഴാണ് മനസ്സിടിച്ചത്, ചിലപ്പോ നേരം പെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമായിരിക്കുമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ വാഹനത്തിന്റെ പുറകുവശത്ത് നിന്ന് ഒരു കെട്ടഴിച്ചിട്ട് ഒരു സാധനം എടുത്ത് കയ്യിലേക്ക് തന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാണ് ബഹുമാനപ്പെട്ട കുബൂസ്. അപ്പോ ഇവന് മനസ്സിലായി, അപ്പൊ ഇതാണ് ഷാനവാസ് പറഞ്ഞ സാധനം. ഇതാണ് ഇടശ്ശേരിയിലെ ഗൾഫുകാർ എന്റെ മുമ്പ് വന്ന് ഡയലോഗ് അടിച്ച സാധനം. ശരി, എന്തായാലും കടിച്ചു നോക്കാം. അങ്ങനെ വാളില്ലാത്തത് കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റിയില്ല. പല്ലുകൊണ്ട് തന്നെ കടിച്ചു. സംഭവം തുടങ്ങി. അവൻ വിചാരിച്ചു രാവിലെയെങ്കിലും മാറ്റം ഉണ്ടാവും. രാവിലെ സുഭിക്ഷമായ ഭക്ഷണം, 1 ഗ്ലാസ് വെള്ളവും 1 കുബൂസും.
ഉച്ചയ്ക്കെങ്കിലും മാറ്റമുണ്ടാകും. അതേപോലത്തെ മറ്റൊരു കുബൂസും വേറൊരു ഗ്ലാസ് വെള്ളം. വൈകുന്നേരവും അങ്ങനെ തന്നെ ആയപ്പോൾ അവന് ഏകദേശമുള്ള തീരുമാനമായി. നാട്ടിലാണെങ്കിലോ ഉപ്പ് പോരാ, മുളക് പോരാ, നിന്റെ ഉമ്മയെ കെട്ടിക്കാൻ ഞാൻ തന്ന കാശ് എവിടെ കൊണ്ടുപോയി തുലച്ചടി എന്ന് പറഞ്ഞ് ചോറ് പാത്രമെടുത്ത് ഭാര്യയുടെ മുഖത്തേക്ക് ഒരൊറ്റ ഏറ അനുഭവിച്ചു. ഉസ്താദെ, ഇനി ജീവിതത്തിൽ ഞാൻ ഭക്ഷണത്തെ കുറ്റം പറയില്ല. ഇനി ജീവിതത്തിൽ ഒരു തുള്ളി വെള്ളത്തെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കറിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പഠിച്ചു. എല്ലാം ഞാൻ ശീലിച്ചു. ആ പ്രിയപ്പെട്ട സഹോദരൻ എങ്ങനെയാ സ്നേഹം പഠിക്കുന്നത്? പ്രവാസികൾ എങ്ങനെയാ സ്നേഹം പഠിക്കുന്നത്? ഒരു റൂമിന്റെ അകത്താരാ എല്ലാ മതക്കാരും ഉണ്ടാകും, എല്ലാ ദേശക്കാരും ഉണ്ടാകും. ഒരു ചെറിയ റൂമിന്റെ അകത്ത്, ഒരു ബാത്റൂമിന്റെ അകത്ത് തന്നെ നിന്റെ റൂമിന്റെ അകത്തുള്ള സഹോദരങ്ങൾ മലമൂത്ര വിസർജനം നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുകയാണ്. ഒരു ദിവസം ബംഗാളി ഭക്ഷണം ഉണ്ടാക്കുമ്പോ രണ്ടാമത്തെ ദിവസം മലയാളി ഭക്ഷണം ഉണ്ടാക്കുകയാ. ഒരു ദിവസം ഇവൻ ബാത്റൂം കഴുകുമ്പോ അടുത്ത ദിവസം അവൻ കഴുകുകയാ. അങ്ങനെ ആ റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ടതാ സ്നേഹമെന്തെന്നവൻ പഠിക്കുകയാണ്. ഭക്ഷണത്തിന്റെ വില പഠിക്കുകയാ. നാട്ടിലുള്ള ബന്ധുക്കളുടെ നിലയറിയുകയാ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ എല്ലാം മറന്നുകൊണ്ട് സ്നേഹിക്കാൻ പ്രിയപ്പെട്ട പ്രവാസികൾ മനസ്സ് വെക്കുന്നു. എന്റെ സഹോദരങ്ങളെ, തിരിച്ചവരെ സ്നേഹിക്കാ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? തിരിച്ചവരെ ഇഷ്ടപ്പെടാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്നേഹത്തിനല്ലേ പ്രിയപ്പെട്ടവരെ വില കൊടുക്കുന്നത്. നിന്റെ ഭർത്താവിന്, എന്റെ പെങ്ങന്മാരെ, സ്നേഹം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം കേട്ടോ. ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ. ആ സ്നേഹത്തിന് വേണ്ടിയല്ലേ ആ ഗൾഫുകാരൻ ദാഹിച്ചുകൊണ്ട് 2 മാസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ വരുന്നത്. എറണാകുളത്തുള്ള പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, ഉസ്താദ് എന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്റെ വീട്ടുപേര് പറഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷേ നൗഷാദ് വാക്കവിക്കത് പറയാൻ കഴിയില്ല. ഞാനൊരു കുടുംബ കലഹമല്ല ആഗ്രഹിക്കുന്നത്, ഒരു കുടുംബം ചേർന്ന് പോകുന്നെങ്കിൽ ചേർന്ന് പോകട്ടെ എന്നാ കൊതിക്കുന്നത്. ആ സഹോദരൻ പറയുകയാ, എന്റെ ഭാര്യ എന്റെ ജീവന്റെ ജീവനാ, അവൾക്ക് ചോദിച്ചതല്ല ഞാൻ കൊണ്ടു കിടത്തിട്ടുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് മക്കളെ കൊണ്ടുപോകാൻ സ്കൂളിൽ നിന്ന് വാഹനം വരുമ്പോ ആ സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവറുമായി എന്റെ പ്രിയപ്പെട്ട ഭാര്യ ബന്ധമുണ്ടായി. എറണാകുളം ജില്ലയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന, ഇന്നും ലീവിന് നാട്ടിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോയ ഒരു സഹോദരന്റെ കഥയാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വേദനയല്ല. എന്റെ സഹോദരങ്ങളെ, ഈ സഹോദരിമാർക്ക് എന്താ സംഭവിച്ചു പോയത്? പിന്നെ നിന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നിനക്ക് സാധിക്കണം കേട്ടോ. കഷ്ടപ്പാട് പ്രവാസികളുടെ ഭാര്യമാരുടെ അവസ്ഥയും നിനക്കറിയാം. എന്നാലും പെങ്ങളെ, ആ കട്ടത്തെക്കാലം ഭയാനകരമാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന ഘട്ടത്തെക്കാലം വലുതാണ്. നിന്നെ ഈ ലോകത്തിൽ നിന്ന് പടത്തറമ്പുരാ കൊണ്ടുപോകുന്ന ദിവസമുണ്ടല്ലോ. ആറടി മണ്ണിന്റെ ഉള്ളറയിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടല്ലോ. ചെന്ന് നോക്കുവോ പെങ്ങള്, 2 ദിവസം കഴിഞ്ഞ ഭർത്താവല്ലാത്ത കാമുകന്മാരെ ആർത്തിയോടുകൂടി നോക്കിയോ നിന്റെ കണ്ണുകളുടെ അവസ്ഥയുണ്ടോ? നിന്റെ ശരീരത്തിന്റെ അവസ്ഥയുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയുണ്ടോ? അതുകൊണ്ട് പിന്നെ മറക്കല്ലേ, പിന്നെ മറക്കല്ലേ. ഒരിക്കലും നിന്റെ ഭർത്താവ് മനഃപൂർവ്വം നിന്നെ വെറുക്കുന്നതല്ല. അവന്റെ സാഹചര്യമതാ. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരോ കഴിയാത്തത് കൊണ്ട് പൊട്ടിത്തകർന്നു പോവുകയാ. അല്ലാഹു പടച്ചതമ്പുരാ ആ ഒരവസ്ഥ മനസ്സിലാക്കാനുള്ള പവർ നമുക്ക് തരട്ടെ. ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. മക്കൾ വരെ പറയുന്നു ഉപ്പാക്ക് സ്നേഹമില്ല, സഹിക്കാൻ പറ്റുമോ, താങ്ങാനൊക്കെ. മക്കൾ വരെ പറയുന്നു ഉപ്പാക്ക് സ്നേഹമില്ല, ഇപ്പൊ വരില്ല. നാട്ടിൽ വന്നാലോ, നാട്ടിൽ വന്നാൽ പ്രവാസികളെ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങൾ ഇതെനിക്കൊന്ന് ഗൾഫുകാരനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഇന്ന് എനിക്ക് പറയാനുണ്ട്. അതിന്റെ പ്രിയപ്പെട്ട പ്രവാസികളുടെ മനസ്സ് വേദനിച്ചെന്ന് പറഞ്ഞാലും അനുഭവിക്കുന്ന വേദനയുടെ കൂടെ ഒരു വേദനയായി മാത്രമേ ഞാനത് കാണുന്നു. പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നാമത് പ്രവാസ ജീവിതത്തിൽ നിന്നും നാം തിരിച്ചറിയാത്തത് അവരുടെ സ്നേഹമാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ബന്ധമാണ്, അവരുടെ അടുപ്പമാണ്, അവരുടെ അനുകമ്പയാണ്. ഇനി നാം തിരിച്ചറിയാത്തത് അവരിൽ ചിലരുടെ ജോലിയുടെ കഷ്ടപ്പാടാണ്. എല്ലാ ജോലിയും സുഖമുള്ളതായിരിക്കില്ല, എല്ലാ ജോലിയും സുഖമുള്ളതായിരിക്കില്ല. ഇന്നലെ വരെ ആടെന്ന് പറയുന്ന ജീവിയെ കണ്ടാൽ വെറുപ്പോടുകൂടി മാറി നടന്നിരുന്നവൻ ഇന്ന് 100 കണക്കിന് ആടുകളുടെ പേരെടുത്ത്
പേരെടുക്കുന്നവനായി വിദേശ രാജ്യത്ത് കഴിയുകയാണ്. ഇന്നലെ വരെ ആടിനെ കണ്ടാൽ അവൻ അറപ്പായിരുന്നു. അവൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരു ആടിനെ കെട്ടിയിരിക്കുന്നത് കണ്ടാൽ അറപ്പോടുകൂടി മാറിപ്പോയെന്ന് പറഞ്ഞ് കൈകൊണ്ട് തട്ടിമാറ്റുമായിരുന്നു. ഇന്ന് ആടിന്റെ പ്രസവം നിയന്ത്രിക്കുന്നത് അവനാണ്. കുഞ്ഞിന് കേടുപാട് വരാതെ സൂക്ഷിക്കുന്നത് അവനാണ്. ഒട്ടകത്തിന്റെ പേരെടുക്കുന്ന ഭർത്താക്കന്മാരുടെ സഹോദരിമാരെ, ഒട്ടകത്തിന്റെ പേരെടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഒട്ടകത്തിന്റെ പ്രസവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരൊട്ടകം പ്രസവിച്ചിട്ടാൽ ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ വലിച്ച് താഴേക്കിടണം. എന്നിട്ട് ആ ഒട്ടക കുഞ്ഞിന്റെ മൂക്കും മുഖവും കൂടി ചേർത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. നമ്മൾ പറയും വാക്കുവിക്ക് നല്ല പരിചയമാണല്ലോ. പഠിക്കണ്ടേ സഹോദരങ്ങൾ? ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഒട്ടകത്തെ നിർത്തി കൊടുത്താൽ വേറെ ലോകത്ത് ഏതൊരു ജീവിയെക്കാളും അത്ഭുതത്തോടെ ചില സമയങ്ങൾ ബാക്കി നിൽക്കെ ആ ഒട്ടകത്തിന്റെ കുഞ്ഞെഴുന്നേറ്റ് സ്വന്തത്തിന്റെ പേരെടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഒട്ടകത്തിന്റെ പ്രസവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരൊട്ടകം പ്രസവിച്ചിട്ടാൽ ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ വലിച്ച് താഴേക്കിടണം. എന്നിട്ട് ആ ഒട്ടക കുഞ്ഞിന്റെ മൂക്കും മുഖവും കൂടി ചേർത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. നമ്മൾ പറയും വാക്കുവിക്ക് നല്ല പരിചയമാണല്ലോ. പഠിക്കണ്ടേ സഹോദരങ്ങൾ? ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഒട്ടകത്തെ നിർത്തി കൊടുത്താൽ വേറെ ലോകത്ത് ഏതൊരു ജീവിയെക്കാളും അത്ഭുതത്തോടെ ചില സമയങ്ങൾ ബാക്കി നിൽക്കെ ആ ഒട്ടകത്തിന്റെ കുഞ്ഞെഴുന്നേറ്റ് സ്വന്തം മാതാവിൽ നിന്ന് പാല് കുടിക്കും. എഴുന്നേറ്റ് നിന്ന് കുടിക്കും. പിടിച്ചെന്ന് വെച്ചു കൊടുക്കട്ടെ. ഒട്ടകം ഒരു അത്ഭുത ജീവിയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഫലാ യംറുന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ശാന്തങ്ങളെ നോക്കാൻ പറഞ്ഞ പടച്ചതമ്പുരാൻ, അത്ഭുതങ്ങളെ നോക്കാൻ പറഞ്ഞ പടച്ചതമ്പുരാൻ, ആകാശം പറയുന്നതിന് മുമ്പ്, ഭൂമി പറയുന്നതിന് മുമ്പ്, പർവ്വതങ്ങളെ പറയുന്നതിന് മുമ്പ്, ലോകത്തിന്റെ സർവ്വ അത്യത്ഭുതകരമായ കാര്യങ്ങളെ വിശദീകരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം പറഞ്ഞതെന്താ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതിനെ എങ്ങനെയാ പടച്ചിരിക്കുന്നത്? മരുഭൂമിയിലൂടെ ഒട്ടകം നടക്കുന്ന പോലെ നടക്കാൻ വേറെ ഒരു ജീവിക്കും കഴിയില്ല. ആ രീതിയിലാണ് അതിന്റെ കാലുകളെ അള്ളാഹു ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടകം കിടക്കുമ്പോൾ മരുഭൂമിയുടെ ചൂടുകൊണ്ട് ഒട്ടകത്തിന്റെ കൈകാലുകൾക്ക് തകരാറ് വരാതിരിക്കാൻ ആ മുട്ടിന്റെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും മാത്രം തൊലിക്ക് അല്ലാഹു കട്ടി കൂടുതൽ കൊടുത്തു. നമ്മൾ ആരും കട്ടി ഉണ്ടാക്കിയതല്ല, അല്ലാഹു കൊടുത്തതാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലത്തൂടെ ഒട്ടകത്തിന് പോകേണ്ടി വരും. അതുകൊണ്ട് 6 മാസം ഒരു ഒട്ടകം വെള്ളം കുടിച്ചാൽ പിന്നെ 6 മാസം ഒരു ഒട്ടകത്തിന് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. ആലോചിച്ചു നോക്കി ഈ അത്ഭുതകരമായ ജീവി, അതിന്റെ പ്രസവം. അപ്പൊ ചില സഹോദരിമാരൊക്കെ പറയും, അതെ അപ്പൊ നമ്മുടെ ഭർത്താവിന് കിട്ടിയ ഒരു വലിയ ഭാഗ്യമല്ലേ? ഭാഗ്യമൊക്കെ തന്നെയാ. മൂക്കും മുഞ്ഞയൊക്കെ പിഴിഞ്ഞെടുത്ത് നിർത്തുന്ന ഈ ഒട്ടകക്കുട്ടി ഉണ്ടല്ലോ, 1 മണിക്കൂർ കഴിയുമ്പോ അതിന്റെ അഹങ്കാരം കണ്ടാ തോന്നും ഇതാണ് ഉമ്മയെ പ്രസവിച്ചത്. എഴുന്നേറ്റ് നിന്നിട്ട് സുബ്ഹാനല്ലാഹ് അതിന്റെ ഉപദ്രവം ഏറ്റുകൊണ്ട് എത്ര പേരാ പൊട്ടിക്കരഞ്ഞു പോയതെന്നറിയോ? ഒട്ടകത്തെ ശപിച്ച ഒരു സഹോദരനെ എനിക്കറിയാം. ആ ഒട്ടകം ചവിട്ടിയത്രേ. ഒന്നാമത് ഭക്ഷണം കഴിക്കാനില്ല, വെള്ളം കുടിക്കാനില്ല. ഒട്ടകത്തിന്റെ ചവിട്ടേറ്റുകൊണ്ട് നാടിൽ നിന്ന് തന്നെ ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഡിസ്ക് കംപ്ലൈന്റ് ആയ സഹോദരന്റെ നടുവിലേക്ക് വീണ്ടും ഒട്ടകം ചവിട്ടിയപ്പോൾ ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ, ജീവിതത്തിൽ ആദ്യമായി ആ ജീവിയെ ഞാൻ ശപിച്ചു പോയി. ഒരു ജീവിയെ ശപിച്ചു. ആ സഹോദരൻ പറയുന്നത് എന്താണെന്നറിയും? ഉസ്താദേ, 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒട്ടകം എന്റെ മുമ്പ് ചത്തു കിടന്നു എന്നാണ്. അപ്പൊ വല്ലാത്ത ശാപമായിരിക്കും കൊടുത്തത്. ഈ ഗൾഫുകാരൻ ഇടശ്ശേരിയിൽ വന്നതെന്നുകൊണ്ട് അവളെ വഞ്ചിച്ച, അവളെ പറ്റിച്ച ആ പ്രിയപ്പെട്ട വിദേശ രാജ്യത്ത് കിടന്ന് എല്ലുമുറിയെ പണിയെടുത്ത പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണിനെ നോക്കിയിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ടൊരു ശാപവാക്ക് പറഞ്ഞാൽ പെണ്ണേ ഭസ്മധൂളിയായി മാറിപ്പോകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ അവരെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവർ. കൂടെ ഭാര്യയുടെ കൂടെ കാമുകനെ കണ്ടിട്ട് പോലും ഉസ്താദേ ഞാൻ പൊരുത്തപ്പെടാൻ തയ്യാറാണ്, എനിക്ക് അവളെ മതി, എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പ്രവാസ ലോകത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ എന്തുകൊണ്ട് സഹോദരിമാരെ നമുക്ക് സാധിക്കുന്നില്ല? ഒരു സഹോദരൻ പറഞ്ഞതാ, എന്റെ പിന്നാലെ ഉസ്താദേ, ആടിനേക്കാളും ഒട്ടകത്തിനേക്കാളും പോയി നിന്ന് 1 മാസത്തെ ലീവിന് നാട്ടിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഭാര്യയ്ക്ക് സന്തോഷമാണ്, ഉമ്മാക്ക് സന്തോഷമാണ്. ഉമ്മയും
ഭാര്യയും കൂടി ഒരുമിച്ച് എനിക്ക് പാല് തരുന്നു, മുട്ട തരുന്നു, കാപ്പാട് തരുന്നു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കും, അല്ലാഹുവേ, ഇങ്ങനെ സ്നേഹമുള്ള അമ്മായി മരുമോളും ലോകത്ത് കാണൂല. അവസാനം അവർക്ക് കൊടുത്തതൊക്കെ വീതിച്ചു നോക്കുമ്പോഴാണ് രണ്ടുപേരും തമ്മിൽ ഉടക്കുന്നത്. രണ്ടുപേരും അതുപോലെ തന്നെ എന്റെ മുമ്പിലേക്ക് വരും. രണ്ടുപേരുടെയും ബഹളം, രണ്ടുപേരുടെയും വിപ്രാഹം കാണുമ്പോ എന്റെ മനസ്സ് പൊട്ടിപ്പോകും ഉസ്താദ്. ആ സഹോദരൻ പറയുകയാ, വിദേശ രാജ്യത്ത് ആ മണൽക്കാട്ടിലുള്ള ആടുകളെ ആടിക്കുന്ന സ്നേഹം പോലും എന്റെ ഉമ്മ എന്നോട് കാണിച്ചില്ലല്ലോ. വിദേശ രാജ്യത്ത് ഞാൻ പുല്ല് കൊടുക്കുന്ന, ഞാൻ വെള്ളം കൊടുക്കുന്ന, ഒട്ടകം കാണിക്കുന്ന സ്നേഹം പോലും എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് കാണിച്ചില്ലല്ലോ. ഞാൻ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത്? ആ പ്രിയപ്പെട്ട മക്കൾ, ഗൾഫ് രാജ്യത്തുള്ള ഞാൻ പോറ്റി വളർത്തുന്ന പ്രിയപ്പെട്ട ആടുമാടുകൾ കാണിക്കുന്ന സ്നേഹം പോലും എന്നോട് കാണിച്ചില്ലല്ലോ. ഇന്ന് ഏതെങ്കിലും ഒരു പ്രവാസി പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞ, പെണ്ണേ നിന്റെ ജീവിതം പടച്ചോ വെറുക്കുന്നതാണ്. അങ്ങനെ പറയിപ്പിക്കാനുള്ള വരുത്തല്ല പെങ്ങളെ, അങ്ങനെ പറയിപ്പിക്കാൻ അവസരം വരുത്തല്ല പെങ്ങളെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം സ്നേഹിക്കുക. ആകെ 2 മാസമാണ്, ആകെ 1 മാസമാണ്. സന്തോഷത്തോടെ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റോ കൊടുക്കുക. അവരുടെ വേദനകൾ പങ്കുചേരുക. അവരെ കുത്തിനോവിക്കല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ, അവരെ നൊമ്പടപ്പെടുത്തല്ലേ, അവരെ സങ്കടപ്പെടുത്തല്ലേ. പ്രവാസ ജീവിതത്തിൽ നിന്ന് നാം തിരിച്ചറിയാത്ത മറ്റൊരു കാര്യം എന്തെന്നറിയോ? നാം അത്യാവശ്യമായ മറ്റൊരു കാര്യം എന്തെന്നറിയോ? വിദേശ രാജ്യത്ത് പോയി പണിയെടുക്കുന്ന ചില പാവപ്പെട്ട പ്രവാസികളുണ്ട്. സുബ്ഹാനല്ലാഹ്, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായ സംഘർഷം നമ്മുടെ നാട്ടിലത് വിഷയമേ അല്ല. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷം നമ്മുടെ നാട്ടിൽ അതൊരു പ്രശ്നമേ അല്ല. എന്തേ കാരണം? നാട്ടിൽ ഒരു മുതലാളി പറഞ്ഞു വിട്ടാൽ അടുത്ത ജോലിയുണ്ട്, അടുത്ത മുതലാളിയുണ്ട്, അടുത്ത യജമാനൻ. നാട്ടിലെങ്ങനെയാണ്, പക്ഷെ വിദേശ രാജ്യത്ത് എങ്ങനെയല്ല. വിദേശ രാജ്യത്ത് എങ്ങനെയല്ല. മുതലാളി പറഞ്ഞു തരുന്ന ജോലി മുഴുവനും ചെയ്യണം. അയാൾ പറയുന്ന എല്ലാ ജോലികളും നമ്മൾ അനുസരിക്കണം. പക്ഷേ എന്റെ സഹോദരങ്ങളെ, ആ സാധുവാന സഹോദരം യജമാനന്റെ അടിമയായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു അടിമത്തം എന്ന് പറയുന്നത്, ആ ഒരു കീഴാൻ എന്ന് പറയുന്നത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇവനൊന്നും പറയാൻ കഴിയില്ല. ഇവന്റെ പാസ്പോർട്ട് അറബിയുടെ കയ്യിലാണ്. അവന് പരാതി പറയാൻ പറ്റില്ല, അവന് പരിഭവം പറയാൻ പറ്റില്ല. എല്ലാം മറന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പ്രവാസിക്ക് ജീവിക്കേണ്ടി വരും. എത്രയോ സാധുക്കളായ സഹോദരങ്ങൾ അറബി വീട്ടിൽ ജോലി ചെയ്യുന്നവർ, എന്തിനേറെ അറബി പിള്ളേരെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊടുക്കുന്നവർ പോലുമില്ലേ? ആർക്കിച്ചു തുപ്പിക്കൊടുക്കുന്നവരില്ലേ? ചീത്ത വിളിക്കുന്നവരില്ലേ? ഹിമാറെന്ന് വിളിക്കുന്നവരില്ലേ? കാഫിറെന്ന് വിളിക്കുന്നവരില്ലേ? അവനെ സകാല വാക്ക് പറഞ്ഞുകൊണ്ട് ധിക്കരിച്ച് അവിടുന്ന് ആട്ടിയോടിക്കുന്നവരില്ലേ? ചാട്ടവാറുകൊണ്ട് അറബിയുടെ വാറുകൊണ്ട് ഉപദ്രവിക്കുന്നവരില്ലേ? വിദേശ രാജ്യത്തുള്ള എല്ലാ അറബികളെയും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. എത്രയോ നല്ല തന്റെ പ്രിയപ്പെട്ട അണികളോട്, ജോലിക്കാരോട് ഇഷ്ടമുള്ള, സ്നേഹമുള്ള നൂറുകണക്കായ വിദേശ രാജ്യത്തെ നേതാക്കന്മാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ചില സ്ഥലത്തൊക്കെ പോയാൽ തന്റെ കഫീലിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി എഴുതി തരുന്നത് കാണാം. ചില സ്ഥലത്തൊക്കെ പോയാൽ തന്റെ കഫീലിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തരും. ചില സ്ഥലത്ത് പോയാൽ തന്റെ അർബാബിന് വേണ്ടി ദുആ രക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തരും. അത് കാണുമ്പോൾ അവർ കൊടുക്കുന്ന സ്നേഹത്തിന്റെ വലിപ്പമാണ് നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താഴേക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മനസ്സ് വല്ലാതെ പൊട്ടിപ്പോകുന്നതാണ്. ആ ചിന്ത എന്റെ സഹോദരിമാർക്കൊന്ന് ആലോചിച്ചാ മനസ്സിലാകുന്നതാ. അല്ലാഹുവേ, അങ്ങനെ കട്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവരെ മനസ്സൊരിക്കലും നമ്മൾ കുത്തി നോവിക്കാൻ പാടില്ല. അവിടുത്തെ മറ്റൊരു ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? നാം അറിയാതെ പോകുന്ന മറ്റൊരു വിഷമം എന്തെന്നറിയോ? അത് ഒറ്റപ്പെടലാണ്. സർവസുഖത്തോടുകൂടി ജീവിച്ചാലും സർവസന്തോഷത്തോടുകൂടി ജീവിച്ചാലും വിദേശ രാജ്യത്ത് സ്വർണ്ണക്കൂടിനകത്ത് കിടന്നാലും അവൻ ഒറ്റപ്പെട്ട് കഴിയുന്നവനാണ്. അവന്റെ ഭാര്യ നാട്ടിലാ, അവന്റെ മക്കൾ നാട്ടിലാ, അവന്റെ കുടുംബം നാട്ടിലാ. അവൻ ഒറ്റപ്പെട്ടു പോയല്ലോ. അല്ലാ, ഈ ഒരു ചിന്ത ഏതൊരു പ്രവാസിയുടെയും മനസ്സിന്റെ അകത്തേക്ക് കടന്നു വരുന്നതാ. ആ സമയത്താണ് ആവശ്യമില്ലാത്ത ചിന്ത പിശാച് നിന്റെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുതരുന്നത്. എന്റെ ശബ്ദം ഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, ആ ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്താണ് ഹറാമിലേക്ക് പോവുക. എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, ഒരൽപ്പം
ഞാൻ എന്റെ പ്രവാസികളോട് പറയട്ടെ, വിദേശ രാജ്യത്ത് ഒറ്റപ്പെട്ടുകൊണ്ട് നീറുന്ന നൊമ്പരങ്ങളോട് കൂടി കഴിയുമ്പോ അതല്ല സ്വർണ്ണക്കൂടിനകത്താണ് കഴിയുന്നതെങ്കിൽ ഒരു പറന്നു പോകുന്ന പറവയെ പിടിച്ച് ഇടശ്ശേരിയുടെ ചെറിയ വീടിന്റെ മുമ്പിലുള്ള കൂടിനകത്ത് അടച്ചിടുന്ന ലാഘവത്തോടുകൂടി കാണേണ്ട സഹോദരങ്ങള്, ആ പറവയുടെ മനസ്സ് വേദനിക്കുകയാ. ഒന്ന് പുറത്തേക്ക് എങ്ങനെയാ പറന്നു പോവുക? ഇതുപോലെ ആരോടുമില്ലാതെ ഒറ്റപ്പെട്ട് സുഖത്തോടുകൂടി കഴിയാനൊരു ഗൾഫുകാരന് കഴിയില്ല. പക്ഷേ ആ ഒറ്റപ്പെട്ട് കഴിയുമ്പോ എവിടെയും ഒറ്റപ്പെട്ടു പോരാ, പിശാചവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാ. അത് വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, വിദേശത്താകട്ടെ, ഒറ്റപ്പെട്ട് കിടന്ന ആ പിശാച് കടന്നു വരുന്നതാ. അങ്ങനെ പിശാച് കടന്നു വരുമ്പോഴാണ് അവൻ ഹറാമിലേക്ക് പോവുക, അവന്റെ ചിന്ത മോശത്തരത്തിലേക്ക് പോവുക. ഒരിക്കലും എന്റെ സഹോദരങ്ങളെ ആ നൊമ്പരങ്ങൾ പ്രവാസ ജീവിതത്തിന്റെ മനോപകരത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ലോ. അത്രത്തോളം മലമറിക്കുന്ന സങ്കടങ്ങളുമായി കഴിഞ്ഞു പോകുന്ന ആ സാധുക്കളായ പ്രവാസികളെ കുറിച്ച് തെറ്റിദ്ധാരണ മനസ്സിന്റെ കത്ത് വെച്ച് പുലർത്തുന്നവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. എല്ലാ പ്രവാസികളും ആദ്യമായി ഗൾഫിലേക്ക് പോകുന്നവരെന്തിനാ? ഭാര്യ പറയും നിൽക്കാൻ 2 കൊല്ലം നിന്നാ മതി. ഉമ്മ പറയുന്നു എന്റെ പൊന്നുമോനെ നിന്നെ കാണാതിരിക്കാൻ കഴിയൂല, 1 കൊല്ലം നിന്നാ മതി. ഒരു 10 സെന്റ് വസ്തു വാങ്ങണ്ടേ, ഒരു ചെറിയ വീട് വെക്കണ്ടേ, ആ ഒരു ചെറിയ വീടിന്റെ ഒന്ന് വാർത്തെടുക്കണ്ടേ, അടുക്കളയൊന്ന് കെട്ടണ്ടേ, അതിനപ്പുറത്തേക്ക് യാതൊരുവിധ സൗകര്യങ്ങളും വേണ്ട. അതുകൊണ്ട് 1 കൊല്ലം നിന്നാൽ പെട്ടെന്ന് മടങ്ങി വരിക എന്ന് പറയുന്ന ഉമ്മയില്ലേ ഉമ്മ? എന്റെ സഹോദരങ്ങളെ, അവരിങ്ങനെ ഗൾഫ് രാജ്യത്ത് പോലും മകൻ കൊടുത്തേക്കുന്ന നോട്ടുകെട്ടിന്റെ കട്ടി കൂടുമ്പോ, മകൻ വസ്തു വാങ്ങുമ്പോ, വീട് വെക്കുമ്പോ, പിന്നെ ഗൾഫുകാരൻ എന്നുള്ള ഒരു ഭാരമുള്ള പേരാണ് പ്രവാസിയുടെ തലയിലേക്ക് വന്ന് വീഴുന്നത്. ഇവിടെ പോയാലും ഗൾഫുകാരൻ, ഈ ഗൾഫുകാരൻ പോകുമ്പോ അത് മതി, ഇച്ചിരി മതി, 2 കൊല്ലം നിന്നാ മതി, വീടൊന്ന് വെച്ചാ മതി, ഒന്ന് വാർന്നിട്ട് വന്നാ മതി എന്നൊക്കെ പറയും. പക്ഷെ അവിടെ നിന്ന് കിട്ടി വരുമ്പോൾ പിന്നെ ഗൾഫുകാരനായതുകൊണ്ട് നാട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റും. ഇടശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പാവപ്പെട്ട ഗൾഫുകാർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് പാവപ്പെട്ട ഗൾഫുകാർ എന്ന് പറഞ്ഞാൽ